അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഒരുപക്ഷെ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു തലമായിരിക്കും വിദ്യാലയത്തിൽ. പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതറിയാൻ സാധ്യതയില്ല. പഠിപ്പിക്കുന്നവർ കേട്ടിരിക്കാം, BEdനോ TTCക്കൊക്കെ വേറെ തലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം നരേന്ദ്രമോദി ആരാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു നോളജ് ഉള്ള ഒരാൾക്ക് പറയാം പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്ന് പറയാം. നോളജാണ്. ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ നോളജ് മാത്രമുള്ളവൻ തിരിച്ചു പറയും അത് നരേന്ദ്രമോദിയാണ്. അതല്ല, പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ലേ എന്ന് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആരായിരിക്കണം, എങ്ങനെയുള്ള ആളാണ്, അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങില്ല എന്നർത്ഥം. മൂന്നാമത്തെ ലെവല് ഞാൻ ആപ്ലിക്കേഷൻ. യഥാർത്ഥ വിദ്യാഭ്യാസത്തിലേക്ക് പോകണമെങ്കിൽ ഈ രണ്ടും കഴിഞ്ഞ് 3ലേക്ക് എത്തുന്നു. ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മനസ്സിലാക്കുമ്പോൾ നരേന്ദ്രമോദി മാത്രമല്ല പ്രധാനമന്ത്രിയാവുക, മുമ്പും പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അതൊരു സ്ഥാനപ്പേരാണ്. മാത്രമല്ല എനിക്കും പ്രധാനമന്ത്രി ആവാം, മറ്റുള്ളവർക്കും ആവാം എന്നുള്ള തരത്തിലേക്ക് അറിയുകയും അതാവാൻ എന്തൊക്കെ ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് അപ്ലൈ. പിന്നീട് പ്രധാനമന്ത്രിയുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം, അല്ലെ കഴിവുകൾ എന്തായിരിക്കണം, പ്രവർത്തന പദ്ധതികൾ എന്തായിരിക്കണം, മേഖലകൾ എന്തായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ അറിയുമ്പോഴാണ് അനലൈസേഷൻ വരുന്നത്, അനാലിസിസ്. അതിലേക്കെത്താൻ എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാധിക്കുമോ, എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് ഇവാലുവേഷനിലേക്ക് വരിക. പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള ചുമതലകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇവാലുവേഷനിലേക്ക് വരിക. അങ്ങനെ കുറേ തലങ്ങളിലേക്ക് ഉയർന്നിട്ട് ക്രിയേറ്റീവായിട്ട് മാറണം എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം. അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ KGയിൽ ചേർത്താലും അയാൾ 10ൽ പഠിക്കുകയാണെങ്കിലും ആ 12 വർഷം പഠിച്ച് വളർന്നു വന്ന സമയത്ത് ആ കുട്ടിയോട് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങളാണ്, വിഷമതകളാണ്, പോരായ്മകളാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ ഒരാൾ വിദ്യ നേടുക എന്ന് പറഞ്ഞാൽ അയാൾ ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. വിദ്യ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ഉള്ളിൽ നിന്ന് വരുന്ന ഈശ്വരീയമായ തനിമ എന്ന്. ഇത് ജ്ഞാനേ എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. അറിവാണ് വിദ്യ എന്ന് പറയുന്നത്. വെറും നമ്മുടെ ബോധതലത്തിൽ മാത്രമുള്ളതല്ല, ഉപബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും അതിബോധത്തിൻ്റെയും തലങ്ങളിൽ നിന്ന് ജന്മാന്തരങ്ങളിലൂടെ നമ്മൾ നേടിയിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ് വിദ്യ. ഇതിന് ഇംഗ്ലീഷിൽ നമ്മളൊരു പദമാണ് ഉപയോഗിക്കുക, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡിസെയർ എന്ന് പറയുന്ന ഒരു ലത്തീൻ പദം, അതാണ് പിന്നീട് ഗ്രീക്കിലേക്ക് വന്ന് ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്ന് എഡ്യൂക്കേഷൻ എന്നായി മാറിയിട്ടുള്ളത്. എഡിസെയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രം ഇൻവേർഡ് ടു ഔട്ട്വേർഡ് എന്നാണ്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ അവിടെയും പറയുന്നത് തന്നെയാണ് ലാറ്റിൻ ഭാഷ പറയുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് വരുന്നു, അതാണ് അറിവ്. അത് വ്യക്തമായിട്ട് ഋഗ്വേദത്തിൽ അടയാളപ്പെടുത്തുന്നത് അന്തർമുഖാ ശക്തിരേവ വിദ്യ എന്നാണ്. നമ്മുടെ ആന്തരിക മുഖത്തിൻ്റെ, നമ്മുടെ ബാഹ്യമായിട്ടുള്ള മുഖമല്ല, ഉള്ളിലൊരു മുഖമുണ്ട്, നമ്മുടെ മാനുഷികമായിട്ടുള്ളൊരു മുഖം. ആ ആന്തരിക മുഖത്തിൻ്റെ ശക്തിയാണ്, ദാറ്റ് പവർ ഈസ് എഡ്യൂക്കേഷൻ. ഇവിടെ ഡോക്ടർ S. രാധാകൃഷ്ണൻ അധ്യാപക ദിനത്തിൻ്റെ
ഒരു പ്രതിപുരുഷനാണ്. അദ്ദേഹം ഒരു എസ്സേ തന്നെ എഴുതിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനെ കുറിച്ച്. ഇൻവേർഡ് ലൈറ്റ് എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള പേര്, ആന്തരിക ചൈതന്യം. അപ്പൊ നമ്മൾ നോക്കിയാൽ പാശ്ചാത്യരും പൗരസ്ഥരുമായിട്ടുള്ള ധാരാളം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പണ്ഡിതന്മാർ ലോകത്തിലുണ്ട്. അവരെ പ്രധാനപ്പെട്ടവരെ ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാര് 9 ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നവരത്നങ്ങൾ എന്നാ പേര് കൊടുത്തിട്ടുള്ളത്. ആ 9 ആളുകളിൽ ലോകത്തിൽ മുഴുവനുള്ള 9 ആളുകളാണ്. 9 ആളുകളിൽ 5 പേര് ഭാരതത്തിലുള്ളതാണ്. അതാണ് രസം. എന്നിട്ടാണ് ഈ പാശ്ചാത്യ കുബുദ്ധികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷമാണ് ഭാരതം നന്നായത്. ഭാരതം നന്നാവുകയല്ല ചെയ്തത്, വിദേശ അധിനിവേശവും ആധിപത്യവും ഒക്കെ ഭാരതത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വൈദേശിക ചിന്തകൾ ഭാരതത്തെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നവരത്നങ്ങളിൽ ആദ്യം എണ്ണപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനെയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, വായിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ഓർമ്മയുണ്ട്. രണ്ടാമത് ഗാന്ധിജിയാണ്, മൂന്നാമത് ടാഗോറാണ്, നാലാമത് അരവിന്ദ മഹർഷിയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 ആളുകളും ഭാരതീയരാണ്. അതിനുശേഷമാണ് പിയാഷെ പോലുള്ള, ഗാഗനെ പോലുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്, പാശ്ചാത്യരായിട്ടുള്ള ഇംഗ്ലീഷുകാരാണ്. സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനിൽ അന്തർഹിതമായിരിക്കുന്ന ഈശ്വരീയമായ പൂർണ്ണതയുടെ പുനരാവിഷ്കൃതിയാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്, മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു. അത് ഈശ്വരീയമായിട്ടുള്ളൊരു പൂർണ്ണതയാണ്. ആ പൂർണ്ണതയെ പുറത്തേക്ക് കൊണ്ടുവരലാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ടാഗോർ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, എനിക്ക് ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം. ടാഗോർ ഒരു ചെറിയ കഥ തന്നെ അതിനനുബന്ധമായിട്ട് എഴുതി. ഒരാള് തത്തയെ പഠിപ്പിക്കുകയാണ്, ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അതിനെ കൂട്ടിലിട്ടിട്ട് കുറേ കാര്യങ്ങൾ കടലാസിൽ കുത്തിക്കുറിച്ച് അതിൻ്റെ വായിൽ തിരികെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തത്ത ചത്തുപോയി. അത്രയേ ഉള്ളൂ കഥ. അപ്പൊ എങ്ങനെയാണ് ഒരാളെ പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെയാണോ എന്നാണ് ടാഗോർ ചോദിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് ടാഗോർ പറയുന്നത്. അല്ലെ, കുഞ്ഞുണ്ണി മാഷ് ഒരിക്കലും പറയുണ്ടായല്ലോ, മകൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ പേര് തന്നെ ഞാൻ ഇംഗ്ലണ്ടിലാക്കി. ഭാര്യ പ്രസവിക്കുന്നത് ഇംഗ്ലണ്ടിലായാലും കുട്ടി ഇംഗ്ലീഷ് പഠിച്ചോളൂല്ലോ. ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കണ്ട. അങ്ങനെ LKG UKG കുട്ടികൾ പഠിക്കുന്ന സമയത്ത് 4ാമത്തെ ദിവസം നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ആണെങ്കിൽ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് മുത്തശ്ശിനോട് പറയും, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. അപ്പൊ മുത്തശ്ശി നല്ല സ്കൂളാണ്, അവിടെ ചേർത്തത് നന്നായി, എന്താ പറഞ്ഞതെന്ന് അറിയണ്ട, പക്ഷെ ഇംഗ്ലീഷാണല്ലോ പറയുന്നത്. ഒരു ചെറിയ കുട്ടി ഒരു ദിവസം എന്നോട് കലണ്ടർ കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് മലയാളത്തിൽ എഴുതും, പക്ഷേ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണല്ലോ ഇത് വെച്ചിരിക്കുന്നത്. അറിയുള്ളൂ, ഇംഗ്ലീഷിൽ ദുഃഖത്തിന് ഗുഡ് എന്നാണോ പറയാന്നുള്ളതാണ് പ്രശ്നം. തലതിരിഞ്ഞ ഭാഷ, സത്യത്തിൽ ഭാഷ പോലും തലതിരിഞ്ഞാണ് ആംഗലേയ ഭാഷ. പക്ഷേ നമ്മൾ ആ ഭാഷയെ മാത്രമല്ല അതിൻ്റെ സംസ്കാരത്തിനെ ഉൾക്കൊണ്ടു എന്നുള്ളത് വേറൊരു കാര്യം. അപ്പം അതുകൊണ്ട് ഇന്ന് ഇംഗ്ലീഷ് ഭാഷയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ അതിൻ്റെ പരിണത ഫലമാണ് നമ്മുടെ കൊച്ചു കേരളം പോലും ഇങ്ങനെയായത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, പ്രസവിച്ചിട്ട് കുറഞ്ഞ ദിവസമായിട്ടുള്ളൊരു കുട്ടീനെ അത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ അതിൻ്റെ കാല് പിടിച്ചിട്ട് ചുമരിനടിച്ച് കൊന്നു കളഞ്ഞു. കംസി രൂപമാണോ എന്നാണ്
2 ദിവസം മുമ്പ് ന്യൂസിൽ വന്നാണ്, കംസീന്ന് വിളിക്കേണ്ടി വരും. കംസനാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്, കംസനെ അല്ലല്ലോ നമ്മൾ പൂജിക്കുന്നത്. അപ്പൊ ഈ അമ്മേനെയാണോ നമ്മൾ പൂജിക്കുന്നത്? ഓരോരോ വാർത്തകൾ വരുമ്പോഴും നമ്മൾ അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരുടെ കസാര കത്തിച്ച് കളയുക അല്ലേ, പ്രിൻസിപ്പളുടെ സീറ്റ് കത്തിച്ച് കളയുന്ന കുട്ടികൾ, ബസ്സിന് കല്ലെറിഞ്ഞിട്ട് ബസ് പൊളിക്കുന്നു, സർക്കാർ ഓഫീസുകൾ തീയിടുന്നു, സമരമാണ് കുട്ടികൾ. അപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെയല്ലേ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്? അവകാശങ്ങൾ നേടാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. തൻ്റെ കടമകൾ എന്താണ് എന്ന് പഠിക്കുന്നുണ്ടോ വിദ്യാലയത്തിൽ? കൊടുത്തിട്ടുണ്ട്. CBSE-യുടേതായാലും സ്റ്റേറ്റിൻ്റെതായാലും 3-ാം പേജിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ കുറേ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും സ്കൂളിൽ അത് വായിച്ചു നോക്കിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കും? ഇന്ത്യ ഈസ് മൈ കൺട്രി പഠിപ്പിക്കുന്ന പ്രതിജ്ഞ ഏതാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്. സംബന്ധിച്ചു ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അത് തമ്മിൽ യോജിക്കില്ല. ഇന്ത്യ ഈസ് മൈ അല്ലെ, ഭാരത് ഈസ് മൈ എന്ന് പറഞ്ഞിട്ട് മൈ മദർലാൻഡ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ്. മദർ ആണെങ്കിൽ മാത്രമേ ബ്രദേഴ്സ് ആയിട്ട് മാറുള്ളൂ അല്ലേ? അങ്ങനെ ഒരു വ്യാകരണം ഭാഷ പോലും പറയുന്നുണ്ട്. ഓൾ ഇന്ത്യൻസ് ആർ മൈ കോ കൺട്രിയൻസ് എന്ന് പറഞ്ഞാൽ മതിയാവുമല്ലോ, എൻ്റെ രാജ്യക്കാരാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എപ്പോഴാണോ ഭാരതം എൻ്റെ ജന്മഭൂമിയാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ള ഭാവം വിട്ടിട്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, രാജ്യം എന്ന് പറഞ്ഞാൽ ജന്മഭൂമിയല്ല. അത് വലിയ വിഷയം തന്നെയാണ്. അന്നും ഇന്നും പൊളിറ്റിക്കൽ സയൻസിലൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ. State is an organized group of people occupying in a definite territory, independently or merely so of an external control, possessing an authoritative government. ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം, അവിടെ കുറച്ച് ജനങ്ങൾ, അവരെ ഭരിക്കാൻ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് ഒരു പരമാധികാരം. ഇതായി കഴിഞ്ഞാൽ രാഷ്ട്രമായി എന്നാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ സയൻസ് പറയുന്നത്. ഒരിക്കലും അത് രാഷ്ട്രമാവില്ല. രാഷ്ട്രമാവണമെങ്കിൽ അവിടെ ഒരു സംസ്കാരം വേണം. ന രാഷ്ട്രം ന രാഷ്ട്രതാം യാതി യദി അസംഘടിത ജനാ നിദാനം രാഷ്ട്രഭാവസ്യ സുസംഘടിത ജീവനം. സംഘടിതമായൊരു സംസ്കാരം ഉണ്ടെങ്കിലേ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുള്ളൂ. അച്ഛൻ അമ്മ എന്നൊക്കെ മക്കൾ എന്നൊക്കെയുള്ളത് ഒരു സംസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവനവന്റെ ഉള്ളിലുള്ള സംസ്കൃതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, മാനവികതയെ പുറത്തേക്ക് കൊണ്ടുവരണം. അക്ഷരം പഠിച്ചതുകൊണ്ട് കാര്യം. ഗാന്ധിജി വളരെ വ്യക്തമായിട്ട് സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പറയുന്നുണ്ട്, വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ സമഗ്ര വളർച്ചയാണ്. അക്ഷരം പഠിക്കലല്ല, അക്ഷരജ്ഞാനമല്ല വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറയുന്നു. പണ്ട് 10-ാം ക്ലാസ് പഠിക്കാനുണ്ടായിരുന്നു, ഞാനൊക്കെ പഠിച്ച കാലത്തുണ്ടായിരുന്നു വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു പാഠം. എന്നത് എടുത്തു കളഞ്ഞു. കാരണം അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾ. എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി. കക്കപാറി വന്നു അല്ലേ, ശരി. അതിനേക്കാൾ മോശമായതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. എന്താ ഡാഡി ഡാഡി ഇതൊരു കവിത ഉണ്ടല്ലോ. അപ്പോൾ യെസ് പാപ്പ, അവസാനം പറഞ്ഞ് നീ പഞ്ചസാര എന്തിനാണ് ചോദിക്കുന്നത്? ആദ്യം പറഞ്ഞു നോ പപ്പ എന്ന് പറഞ്ഞു. പിന്നെ ഹഹ എന്ന് പറഞ്ഞപ്പോൾ വായിലരച്ച് പഞ്ചാര എന്ന് പറഞ്ഞാൽ അച്ഛനോട് കള്ളത്തരം പറയാൻ പഠിക്കുന്ന ഒരു കവിത മാത്രമേ ആവുന്നുള്ളൂ. അതിൻ്റെ സന്ദേശം അതാണ്, സൈക്കോളജിക്കൽ സന്ദേശം അതാണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കും. അതേപോലെ പല കവിത എഴുതുക. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്. മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടല്ലേ, മേരി ഹാഡ് എ ലിറ്റിൽ ലാം എന്നൊക്കെ പറഞ്ഞു. ഒരു കുട്ടി ചോദിച്ചു എന്നാണ് മാഷോട്, ടീച്ചറോട് ചോദിച്ചല്ലോ, മേരിക്ക് കുഞ്ഞാടുണ്ടെങ്കിൽ മേരിക്കലായിരുന്നു, നമുക്കെന്താ അത് പഠിച്ചിട്ട് കിട്ടുക? ഒരു സത്യമാണ്, ഇത് നമുക്കൊന്നും കിട്ടില്ല. അപ്പൊ പാഠങ്ങളുണ്ട് പഠിക്കാൻ. അതിങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും, ഞാനടക്കം അങ്ങനെയാണ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് കേട്ടോ. ടീച്ചർ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം, സ്ഥലവും ആളെന്നും പറയുന്നത്. അപ്പൊ ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് മഴ പെയ്യുന്നത്? തലേദിവസം പഠിപ്പിച്ചാണ്. എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു, ഞാനും പറഞ്ഞു മഴ ഇങ്ങനെ
പിന്നെ ഉന്നതമർദ്ദമുള്ള പ്രദേശത്ത് നിന്ന് ലഘുമർദ്ദമുള്ള പ്രദേശത്തേക്ക് തണുത്ത വായു പ്രവഹിക്കുന്നു. അപ്പോൾ മഴക്കാറുകൾ തട്ടത് തണുത്തുറഞ്ഞ് മഴയായി പെയ്യുന്നു. ഇരിക്കുന്നു പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, അല്ല ഈ മഴ അങ്ങനെയാണെങ്കിൽ ഈ മഴ പെയ്യുന്ന ഭൂമിയിലെ ജലം നീരാവിയായിട്ട് മേലോട്ട് പോയിട്ടാണല്ലോ ഇങ്ങനെ ഉന്നതമർദ്ദമുള്ള പ്രദേശത്ത് നിന്ന് കാറ്റടിച്ചിട്ട് വീഴുന്നത്. അതെ. അപ്പോൾ ഭൂമിയിലെ ജലം നീരാവിയായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ടീച്ചർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഭൂമി ഉണ്ടായത് സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഒരു കഷ്ണമാണെന്നാണല്ലോ. അപ്പം അന്നേരം അവിടെ വെള്ളം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതിന് 3/4 മണിക്കൂർ പോയി ഡെസ്കിൻ്റെ മുകളിൽ നിന്ന് ഒഴുകിപ്പോയി. പിന്നെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ല സ്കൂളിൽ. അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല ടീച്ചർമാരോട്, ചോദിച്ചാൽ കുടുങ്ങി അല്ലേ? അങ്ങനെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ചോദ്യം ചോദിച്ചിട്ട് പുറത്താക്കി ആകുന്നതാണ്. ചോദിച്ചവനെ പുറത്താക്കിയ ആളും ടീച്ചർമാരാരെയുണ്ടെങ്കിൽ ക്ഷമിക്കാര്യം. ചോദ്യം ചോദിക്കുന്നവനെ സ്കൂളിൻ്റെ പുറത്താണുള്ളത്. സത്യത്തിൽ ഒരു കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ജയിക്കുന്നത് കുട്ടിയും തോൽക്കുന്നത് ടീച്ചറുമാണ്. ടീച്ചർ തോറ്റു എന്നാണ് അർത്ഥം. ടീച്ചർക്ക് അതൊന്നിക്കലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. അത്രയും ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളായാലും ശരി, എയ്ഡഡ് സ്കൂളായാലും ശരി, സർക്കാർ സ്കൂളായാലും ശരി, ചാക്ക് കൊടുത്ത് നടക്കേണ്ടിയിരിക്കുന്നത്. കുട്ടികൾ ജീവിക്കാൻ പഠിക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ അവിടെ പഠനം നടക്കുന്നുണ്ടെന്നുള്ളത്. ഇന്ന് ജീവിക്കാൻ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് കോവിഡ് വന്ന സമയത്ത്, കോവിഡ് എന്ന് പറയാനില്ല പറ്റില്ല, മഹാമാരികളൊക്കെ വന്നപ്പം ഭയപ്പെട്ട് കോട്ടയം ഭാഗത്തുള്ള ഒരു കുട്ടി വിദേശ രാജ്യത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അസുഖം വന്ന സമയത്ത് ആകെ ഭയപ്പെട്ട് ആത്മഹത്യ. അപ്പൊ ആത്മവിശ്വാസം കിട്ടിയോ? MBBS പഠിച്ച കുട്ടിയാണ്. ഡിഗ്രി കഴിഞ്ഞു, MBBS ഫൈനൽ ഇയർ എത്തിയ ഒരു കുട്ടിക്ക് ആത്മവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വിദ്യാഭ്യാസത്തിലൂടെ എന്ത് കിട്ടി? വിദ്യാഭ്യാസത്തിലൂടെ ആത്മബോധം വേണ്ടേ? ആത്മധൈര്യം വേണ്ടേ? ആത്മാന്വേഷണ ശക്തി വേണ്ടേ? ആത്മാർത്ഥത ഉണ്ടാവണ്ടേ? ആത്മാവുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ളൂ. ചാനലിൽ ഒരിക്കലും ചർച്ച ആണെന്ന് ആത്മാവുണ്ടോ എന്ന് ചോദിക്കും. നാളെ ആരാധനയുണ്ട്. 3-4 ആൾക്കാരെ വെച്ചിട്ട് ആങ്കർ ചോദിക്കുകയാണ്, ആത്മാവുണ്ടോ? ഇപ്പോൾ ഒരാൾ പറയും ഇല്ല, കാണുന്നില്ല, അതിനെ കൊണ്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചർച്ച നടന്നപ്പോൾ വീട്ടുകാർ എന്നോട് ചോദിച്ചല്ല സത്യത്തിൽ ആത്മാവുണ്ടോ? ഞാൻ പറഞ്ഞു പോകുമ്പോൾ അറിയാം. ആത്മാവായിട്ട് പോകും. ഓരോരുത്തർ ആത്മാവ് പോകും നമ്മൾ പറയില്ല, ചത്തുപോയില്ല. അതിന് ആത്മാവ്. അവസാനം ഈ ചാനൽ ചർച്ചയിലെത്തി, അന്തി ചർച്ചയാണ്. അവസാനം എത്തിച്ചെന്താ വെച്ചാൽ ആത്മാവില്ല, ആത്മാവ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. ചിരിക്കാണ്ടിരിക്കുന്നു. അപ്പൊ സ്വയം തിരിച്ചറിയാൻ പറ്റാത്തൊരിടത്തേക്ക് നമ്മൾ എത്തിച്ചേരുക. ഭാരതീയ വിദ്യാഭ്യാസ ദർശനം പറയുന്നത് അവനവനെ തിരിച്ചറിയുക. അതിന് സന്തോഷം വേണം. പഠിക്കണമെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടം വേണം. നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മൾ മുതിർന്ന ആളുകളൊക്കെ പഠിച്ച കാലത്ത്, സ്കൂളുകളിലൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ ഏറ്റവും നന്നായി പഠിച്ചിരുന്ന വിഷയം ഇഷ്ടമുള്ള വിഷയമാണ്, ഇഷ്ടമുള്ള അധ്യാപകരുടെ. കണക്കും സയൻസും ഒക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും അവർ പഠിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് വടിയെടുത്ത് വരുമ്പോൾ മാഷ കാണുമ്പോൾ നമ്മളെ ഉത്തരമില്ലാണ്ടേ അല്ലേ? നിങ്ങളൊക്കെ കണക്ക് പഠിപ്പിച്ച മാഷ അങ്ങനെയായിരുന്നു. UP സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് ചൂരലും കൊണ്ടാണ് വരിക. വന്ന് കഴിഞ്ഞാൽ നീ ഗുണനച്ചിഹ്നം പഠിക്കണം, ഗുണകോഷ്ടം 7-3 21 എന്ന് പറഞ്ഞവനൊക്കെ നിർത്തും. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ 24 28 പറയാം. അപ്പം 28 പറഞ്ഞവനൊക്കെ ഇരുത്തും. പക്ഷെ അവസാനമാണ് 28 പറഞ്ഞൊക്കെ നിൽക്ക്, 24 പറഞ്ഞവരൊക്കെ നിൽക്ക്, 21 പറഞ്ഞവർ ഇരിക്കുന്നു പറയാം. അപ്പോഴാണ് നമ്മളാകെ കൂടി. കാരണം ഓർമ്മ കിട്ടൂല വടിയൊക്കെ കാണുമ്പോൾ. തിരിച്ചു ചോദിക്കും 7-3 21 37 കുടുങ്ങി. 7-3 എന്നൊക്കെ അറിയാം, 37 പറഞ്ഞു തന്നിട്ടില്ല. അതല്ല പ്രശ്നം. ഇത് പണ്ട് പഠിച്ചു പോയതാണ്. വടി കൊണ്ട് അടിച്ച് പഠിപ്പിക്കുക, മാർക്ക് കിട്ടുന്നുണ്ട്, A+ കിട്ടുന്നുണ്ട് എല്ലാത്തിനും. പക്ഷെ 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ ഒരാളോട് റേഷൻ ഷാപ്പിൽ പോയിട്ട് അരി മേടിക്കുന്നു പറയുന്നു. എന്തിനല്ലേ? 3 ആൾക്കാർ നമ്മൾ നാടിട്ട് പോയി. നാടിട്ട് പോയി നല്ല ഉഷാരന്മാരായി അവിടുന്ന് വിദ്യാഭ്യാസമൊക്കെ നേടി, ജോലിയും നേടി, തിരിച്ച് സ്വന്തം നാട്ടിലെത്തി.
നമ്മളെ പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞ് 3 ആൾക്കാരും കൂടി തോണി കയറി ഇങ്ങനെ ഇതിലേക്കൊന്ന് പോവാം. പഴയ കാലഘട്ടോ, പാലമൊന്നുമില്ല. അങ്ങനെ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഴക്കാറ് വരുന്നു, വെള്ളം കയറുകയാണ്, മഴ പെയ്യുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈ തോണിക്കാരനോട് ഒന്ന് പരിചയപ്പെട്ട സമയത്ത് തോണിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്താ പണിയെന്ന് ചോദിച്ചപ്പോൾ വൃത്തം പറഞ്ഞ് ഞാൻ ബയോളജിസ്റ്റാണ്, ബയോളജി അറിയുമെന്ന് ചോദിച്ചു. തോണിക്കാരൻ പറ്റിയാന്ന് മറ്റോ പറ സൈക്കോളജിസ്റ്റാണെന്ന്. സൈക്കോളജി എന്താണെന്ന് എനിക്കറിഞ്ഞു. അങ്ങനെ 3 ആൾ ഓരോ ലോജികൾ പറഞ്ഞു. ഒരുത്തൻ എന്തോ ആന്ത്രോപോളജിയോ സോഷ്യോളജിയോ എന്തോ പറഞ്ഞു. അവസാനം മഴ പെയ്ത് തോണിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്ന് വെള്ളം കയറിയപ്പോൾ ഇയാൾ തിരിച്ചെന്ന് ചോദിച്ചു, മീങ്കോളജി അറിയുമെന്ന്. ഒരു ഞങ്ങൾ കേട്ടിട്ടില്ല, എന്നാൽ ഞാൻ ചാടാൻ പോവുക. മൂപ്പര് ഇന്ത്യ കഴിക്കുമ്പോൾ ഇവര് സൈക്കോളജിയും ബയോളജിയും ആന്ത്രോപോളജിയും തീർന്നു. ഇപ്പം ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ ബയോളജി അറിയേണ്ടതെന്ന് ഞാൻ പറയില്ല. തവളയുടെ മുൻകാലുകൾ പിൻകാലുകളെ അപേക്ഷിച്ച് നീളം കുറഞ്ഞതും വണ്ണം കുറഞ്ഞതുമാണ്. ഞാൻ പഠിച്ച 10ാം ക്ലാസ്സിൽ. ഒരു ഗുണവും ഇതിനെ കൊണ്ടിട്ട് A+B² പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും കാണാണ്ടറിയാം. ആട്ടിക്കിട്ടി പഠിച്ചാണ്. ജീവിതത്തിൽ ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി? വീട്ടിൽ കറണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഫ്യൂസ് പോയാൽ കെട്ടാൻ ഇതിനെ കൊണ്ട് പറ്റും, ഒരു ബൾബ് മാറ്റിയുടെ ഇതിനെ കൊണ്ട് പറ്റും. കിണറ്റിൽ തൊട്ടിയും കയറും, തൊട്ടിയും കയറും ഇല്ല, എല്ലാം നേരെ അടിച്ച് കയറ്റിയിട്ട് താഴേക്കിട്ടുകയാണ് അല്ലേ മോട്ടർ. അത് കേടായി വിചാരിക്കുക, അല്ലെങ്കിൽ ഫാന് കേടായി, മൈക്ക് കേടായി വിചാരിക്കും, ഇത് ഓണാക്കുക അല്ലെങ്കിൽ. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ എന്താവും? ഇതാണ് ഭാരതം കൊടുത്തിരുന്നത്. നമ്മൾ പഴയ കാലത്തുള്ള ആചാര്യന്മാരുടെ കൂടെ 8 വയസ്സാവുമ്പോഴത്തേക്ക് കുട്ടികളെ ആചാര്യൻ്റെ അടുത്തേക്ക് എത്തിക്കും. പ്രഭാദാനം കഴിഞ്ഞു, ഉത്സവനം, സിമന്തോന്നേനം, ജാതകർമ്മം ജനിച്ചു കഴിഞ്ഞാൽ നാമകരണവും അന്നപ്രാശവും ഒക്കെ കഴിഞ്ഞിട്ട് വിദ്യാരംഭം, അതാണ് ചടങ്ങ്. ഇത് ശാസ്ത്രീയമായത്. അവിടെ ഭാരതം പറയുന്നത് വിദ്യ നേടുന്നത് ഈ ആചാര്യൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമല്ല, ഗർഭാവസ്ഥയിൽ നേടുന്നുണ്ട് അറിവ്. വെറും നോളജ് അല്ല. ഗർഭാവസ്ഥയിൽ ഇന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു, 3 മാസം ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു ഭ്രൂണത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഗർഭാവസ്ഥയിൽ. അങ്ങനെ ഗൈനക്കോളജിസ്റ്റുകളോട് ചോദിക്കുക, നിങ്ങൾ ഇതിൻ്റെയൊക്കെ പുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം പറയുന്നത്. ഇതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു പുസ്തകമാണ് ഇരിക്കുന്നത് ഭാരതത്തിൽ. നമ്മളാരും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, എവിടുന്നെങ്കിലും ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉപനിഷത്ത്. അങ്ങനെയൊന്നുണ്ടോ എന്ന് ചിലപ്പോൾ ആരെയും ചിന്തിക്കും. ഉണ്ട്, ഗർഭോപനിഷത്ത്. ഗൈനക്കോളജിയുടെ പുസ്തകവും ഗർഭോപനിഷത്തും കൂടെ ചർച്ച ചെയ്തപ്പോൾ ചാലക്കുടിയിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് പറയാണ്, ഇതാണ് സംഗതി കേട്ടോ. ചാലക്കുടി ധന്യ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ പറയും, ഇത് തന്നെയാണ് ഈ സംഗതി. ഗർഭവതികൾ എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടിയാൽ, എന്തൊക്കെ സംസാരിച്ചാൽ, ഏതൊക്കെ സിനിമ കണ്ടാൽ, ഏതൊക്കെ സീരിയൽ കണ്ടാൽ എന്താവുന്നു വളരെ ഭംഗിയായിട്ട് അന്നത്തെ ഭാഷയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രായോഗികമാക്കിയാൽ അല്ലേ. നാളൊരു സീരിയലിൽ അതിൻ്റെ ഒരു കഷ്ണം എന്തോ പറഞ്ഞു എന്ന് എനിക്ക് തോന്നി. ഞാനൊരു സീരിയലിലെ കഷ്ണം കണ്ടത് ഒരു പെങ്കൊച്ചിനോട് പറയുകയാണ്, നീ ഗർഭവതി ആയിട്ടുണ്ട്, നീ അനങ്ങരുത്, അങ്ങനെ നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, മുതലോട്ട് നോക്കരുത്, താഴോട്ട് നോക്കരുത് പറയുന്നുണ്ട്. സാധനം പറയുന്നുണ്ട് വലിയ വലിയ ശബ്ദം. അതായിരിക്കില്ലേ മിക്സിയിൽ ഒച്ച കേട്ട കുട്ടികളായിരിക്കും, അങ്ങനെ വളർന്ന കുട്ടികളായിരിക്കും പിന്നീട് പറഞ്ഞുള്ള മോട്ടോർ സൈക്കിളിൻ്റെ കൂടെ പോകുന്നില്ലേ. അത്രമാത്രം ഞാൻ കേട്ടുള്ളൂ. അപ്പൊ ഇത് പഴയൊരു ഐഡിയ കയറ്റി വെച്ചാണെന്ന് തോന്നി. സത്യമാണത്. സീരിയലിനകത്ത് ഒന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ സീരിയൽ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലിരിക്കുന്നവനറിയാം, ഏട്ടൻ വന്നിട്ട് അമ്മേ മൂത്രയിക്കാൻ മൂത്രം എപ്പോഴാണ് മൂത്രയിക്കാൻ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓടിക്കുമ്പോൾ അമ്മ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് ഈ 3 മാസം പ്രായമായിട്ട് വയറ്റിലിരിക്കുന്നതിന് മനസ്സിലാവും. അവൻ അതേപോലെ പെരുമാറും ഏട്ടനോടും അച്ഛനോടും അമ്മയോടൊക്കെ.
അപ്പം വിദ്യ തുടങ്ങുന്നത് അവിടെ ആണ്, അവിടെയുമല്ല എന്നാണ് ഭാരതം പറയുന്നത്. ജന്മാന്തരങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് വിദ്യ, അല്ലാണ്ട് വിദ്യാഭ്യാസം നേടില്ല. എത്രയോ ഞങ്ങൾ BEd പഠിക്കുന്ന സമയത്ത് ഒരു ചർച്ച വന്നിരുന്നു, മാൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് ഹിസ് സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നൊരു ചർച്ച ചിന്തയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈക്കോളജി ഞങ്ങൾക്ക് എടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ സാഹചര്യമാണോ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം ജനിച്ചത് മുതലുള്ളതാണോ അവൻ്റെ ഇൻബോൺ ടാലൻസ്? അതാണ് ചർച്ച. ഇത് രണ്ടും അല്ലാണ്ട് ഞാൻ കയറി, ഇത് രണ്ടുമല്ല, ജന്മാന്തരങ്ങളിലൂടെയുള്ള ഒരു ശക്തിയും കൂടെ ഉണ്ട്. സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ചെന്നായി വളർത്തിയ കുട്ടിയെന്നും അല്ലേ, മൗഗ്ലി പോലെ എന്താണെന്ന് അറിയാം. അങ്ങനെ സാഹചര്യത്തിലൂടെ വരും. പക്ഷേ സാഹചര്യത്തിനെ അതിജീവിക്കുകയാണ് യഥാർത്ഥ വിദ്യ നേടിക്കഴിഞ്ഞാൽ സാധിക്കും. അബ്ദുൽ കലാമിനെ പഠിച്ചോളൂ നിങ്ങൾ, മലാല യൂസഫ്സായിനെ പഠിച്ചോളൂ നിങ്ങൾ, വിവേകാനന്ദനെ പഠിച്ചോളൂ നിങ്ങൾ, ഗാന്ധിജിയെ പഠിച്ചോളൂ നിങ്ങൾ. സാഹചര്യമായിരുന്നെങ്കിൽ ഗാന്ധിജി വക്കീലാവുമായിരുന്നു, ഒരു തരത്തിൽ രാഷ്ട്രീയക്കാരനാവില്ലായിരുന്നു, രാഷ്ട്രപിതാവാവില്ലായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന തൻ്റെ രാഷ്ട്രീയ ഗുരുവിനെ യാദൃച്ഛ കണ്ടിരുന്നില്ലായിരുന്നു എങ്കിൽ ഗാന്ധിജി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ അറിയില്ല. അയാളൊരു വക്കീലായിട്ട് ഏതോ മൂലയ്ക്ക് പോവുകയായിരുന്നു. വക്കീലാവാൻ പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് വക്കീലായിട്ട് തിരുവനന്തപുരത്ത് അങ്ങനെ വിരാജിച്ചിരുന്നില്ല. അവസാനം കേസില്ല വക്കീലായിട്ട് പരിപാടി കൂട്ടിക്കെട്ടിയ ആളാണ് കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരനായ എ ബാലകൃഷ്ണപിള്ള, കേസരി എ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ആൾ. അയാൾ വക്കീൽ പണിയിൽ തോറ്റുപോയത് കൊണ്ട് വക്കീൽ ഭാഗം ജയിച്ചു, വക്കീൽ പണിയിൽ തോറ്റുപോയി. അതുകൊണ്ട് അയാൾ നല്ലൊരു എഴുത്തുകാരനായി. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് സത്യത്തിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നില്ല. ഞാനിങ്ങനെ വലിയ 57 ആളുകളാണ് എൻ്റെ കൂടെ SSLC എഴുതിയത്, 83 ബാച്ച്. 57 ആളുകളിൽ എനിക്ക് പേടിയുണ്ടായിരുന്നത് 2-3 ആൾക്കാരുണ്ടായിരുന്നു. അവർ കാണാതെ പഠിച്ചു കളയല്ല, പേടിച്ചിട്ട് അരണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ അധ്യാപകരായ ഒരു കുറച്ച് ആൾക്കാർ അന്ന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ ക്ലാസ് പറഞ്ഞിട്ടാണ് ഡിസ്റ്റിങ്ഷൻ 80-ന് മുകളിൽ കിട്ടി. പിന്നെ റാങ്ക് കിട്ടിയ ആളുകളൊന്നും എവിടെയുമില്ല, ജോലി പോലും എവിടെയെത്തില്ല. അങ്ങനെ ഞങ്ങളൊരു ഡാറ്റ എടുത്ത് നോക്കി, കേരളത്തിൽ ഒരു 25 വർഷം റാങ്ക് കിട്ടിയ ആളുകൾ എടുത്തു നോക്കിയപ്പോൾ അതിൽ ജോലിയിൽ കയറിയ ആളുകൾ വളരെ വിരളമാണ്. അതായത് സ്വയമേവ നല്ല ഒരു മേഖലയിലെത്തിയിട്ടാണ് വളരെ വിരളമാണ്. വിദ്യാഭ്യാസത്തിന് എന്തോ തകരാറുണ്ട്. അത് നമ്മൾ ഈ ഭാരതീയ വിദ്യാഭ്യാസം നോക്കി. അപ്പം അതുകൊണ്ട് ഒരു കുട്ടിയിൽ അന്തർഹിതമായിരിക്കുന്നത് ജന്മാന്തരങ്ങളിലൂടെയുള്ള വാസനയാണ്. ആ വാസനയെ കണ്ടറിയാൻ ഗുരുക്കന്മാർക്ക് സാധിക്കണം. അതാണ് ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥമായിട്ട് നമ്മൾ വേദങ്ങൾ പഠിപ്പിക്കും. ഗുരുതി അന്ധകാരം, ഗുരുതി നിരുദ്ധത. കുട്ടിയെ തിരിച്ചറിയണം. അതിന് എന്തൊക്കെ പഠിക്കണം? സാമുദ്രിക ലക്ഷണശാസ്ത്രം മുതൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാം പഠിച്ചിരിക്കണം. ഒരു കുട്ടി എന്ത് പറയുന്നു എന്നുള്ള വാക്കിൽ നിന്ന് ആ കുട്ടി ആരാവും എന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ ആചാര്യന്മാർ. അവൻ എവിടത്തോളം പോവും എന്ന് അളന്നിരുന്നു. അങ്ങനെയാണ് നമ്മൾ നോക്കിയാൽ അറിയാം, ചരിത്രത്തിനപ്പുറത്ത് ഇതിഹാസത്തിൽ ഭഗവാൻ കൃഷ്ണൻ മുതൽ വളർന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ കീഴിലാണ്. ഗുരുക്കന്മാരുണ്ടായി അല്ലേ? സാന്ദീപനിയുടെ ആശ്രമത്തിൽ എങ്ങനെ പഠിച്ചു അവർ? അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുചേലൻ ഒന്നുമില്ലാത്തവൻ വന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണന് സ്വീകരിക്കാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കഥ കേൾക്കില്ല. ഉന്നതന്മാരായി പട്ടുപ്പാവുകളിൽ അന്തി ഉറങ്ങുന്ന അല്ലേ, യൂഫോം ബെഡിലൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി ജീവിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, അങ്ങനെ നല്ല സിനിമയാണത് അല്ലേ, മമ്മൂട്ടിയും നമ്മളെ ശ്രീനിവാസനും കൂടി അവതരിപ്പിച്ച വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ എന്നുള്ള പാട്ടൊക്കെയുള്ള സിനിമയ്ക്കകത്ത് തിരിച്ചറിഞ്ഞപ്പോൾ സന്തോഷപ്പെട്ടു. പക്ഷെ അത് കഥ മാത്രമായി എന്ന് വിശേഷിച്ചു. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഭഗവാന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നുണ്ടായിരുന്നു. പഴയ കഥകളൊക്കെ അവർ പറഞ്ഞതാണ്. പണ്ട് വിറക് വെറുക്കാൻ വേണ്ടി കാട്ടിപ്പോയതും അവിടുന്ന് മഴ വന്നിട്ട് മരത്തിൻ്റെ പൊത്തിലൊളിച്ചതും ഇന്ന് അങ്ങനെ സാധിക്കുമോ?
ഇന്ന് കൂട്ടുകാരനെ ചൂഷണം ചെയ്യുന്നവരായിട്ട് മാറി. കൂടെ പഠിച്ചവനെ നശിപ്പിക്കുക, അവനേക്കാൾ മുമ്പിൽ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ എനിക്ക് കയറാം, പൈസ കൊടുത്തിട്ട് കയറാൻ പറ്റുമോ, സ്വാധീനിച്ചിട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിദ്യാഭ്യാസം എഴുതുക. അപ്പം ആ ഗുരു പരമ്പര വിട്ടു. ഗുരുക്കന്മാര് അല്ലേ, അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പൊ അറിവില്ലായ്മയുടെ കണ്ണുകൾ തുറന്ന അകക്കണ്ണാണത്, സാധാരണ പുറം ഭാഗമല്ല. ആ അകക്കണ്ണ് അഞ്ജനശലാക കൊണ്ട് തുറന്ന്, അത്രയും ശക്തനായിരിക്കണം ഗുരു. എന്നിട്ട് അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നവനെയാണ് ഗുരു എന്ന് വിളിക്കേണ്ടത്. ഇന്ന് ഗുരു മൊബൈലും കമ്പ്യൂട്ടറും ആണെന്ന് ഞാൻ പറഞ്ഞു. ഗുരുവിന് നമ്മളെ അകക്കണ്ണ് തുറപ്പിക്കാൻ പറ്റും. ഗുരുവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എറർന്ന് കാണിക്കും. ഗുരുവിനോട് അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി കിട്ടില്ല. അപ്പൊ ഗുരു ആരായിരിക്കണം? ജീവനുള്ള ആളായിരിക്കും. അയാൾക്ക് എന്ത് വേണം? അങ്ങോളം ഇങ്ങോളം അറിഞ്ഞിരിക്കും. അപ്പൊ ശരിക്കും ഇൻഫർമേറ്റർ അല്ല ഗുരു എന്ന് പറയുന്നത്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നയാളെ നമുക്ക് വേണമെങ്കിൽ ഉപാധ്യായൻ എന്ന് പറയാം. പാഠപുസ്തകങ്ങൾ പഠിക്കുന്നു, വായിച്ചു നോക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു മാഷ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് പുസ്തകം ഉണ്ടായില്ല മലയാളം. മാഷിക്ക് നോർമലാണ്, എന്നോട് നോർമൽ. എന്നോട് ഇന്നലെ ഇടയിൽ നിർത്തിയെന്നില്ല. ഇല്ല സാറേ, അരണ അടിച്ച ഉടനെ മരണം എന്ന് പറഞ്ഞ് നിർത്തിയാണ്. അപ്പോൾ റെഡിയല്ലേ ചോദിച്ചാ? എന്താ അരണ അടിച്ചാൽ എന്താ ചത്തു? അതാണ്. അങ്ങനെ മൂപ്പര് 32 പേജ് എടുക്കും പറഞ്ഞ് തിരിച്ചു മറിച്ചു. എന്ന വിശ്വാസം തെറ്റാണ്. കുടുങ്ങി മൂപ്പര്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല, അത് നോക്കിയില്ല. അരണ കടിച്ചാൽ ഉടനെ മരണം എന്ന വിശ്വാസം തെറ്റാണ്. മഴയാറില്ല. അപ്പോ അരണ കടിച്ചാൽ മരിക്കുമോ എന്നുള്ളതിനെ റിസർച്ച് ചെയ്തിരുന്നു. എന്നിട്ട് അധ്യാപകർ പഠിപ്പിച്ചിരുന്നുള്ളൂ പണ്ട്. പാഠപുസ്തകത്തിലുള്ള മാത്രം പഠിപ്പിച്ചില്ല. ഇന്ന് പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും പോകുന്നു. അനുഭവങ്ങളിലൂടെയായിരുന്നു പോരുന്നത്. ഗുരുക്കന്മാരുടെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. ശ്രീ രാമകൃഷ്ണ പരമഹംസർ സ്കൂളിലേ പോയിട്ടില്ലേ? പക്ഷെ വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള ശിഷ്യന്മാരെ എങ്ങനെയാണ് വളർത്തിയത്? കൊണ്ടു നടക്കുകയാണ്. ഓരോ ചെടിയും കല്ലും പുല്ലും ഈച്ചയും പൂച്ചേനെയും ഒക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞോളൂ. അങ്ങനെയാണ് നോളജ്. അത് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകും. അപ്പം വെറും ഇൻഫോർമേറ്റീവായിട്ട് നിൽക്കാതെ അതിൽ നിന്ന് ട്രാൻസ്ഫോർമേറ്റീവായിട്ട് മാറണം ഗുരു. അയാളാണ് യഥാർത്ഥ ഗുരു. ട്രാൻസ്ഫോം ചെയ്യണം, മാറ്റമുണ്ടാക്കി കൊടുക്കണം. അപ്പൊ പുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഭാരതീയ വിദ്യാഭ്യാസം ആ രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്യുക. ഇപ്പൊ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഉപാധ്യായനാണെങ്കിൽ ട്രാൻസ്ഫോർമേറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സാധനം പോലെ ഒരാളാണെങ്കിൽ അയാളെ നമുക്ക് ആചാര്യൻ എന്ന് വിളിക്കാം. ഉപാധ്യായനിൽ നിന്ന് ആചാര്യനിലേക്ക്. അതിനേക്കാളും ഉയർന്ന പടിയാണ് ഗുരു എന്ന് പറയുന്നത്. അത് ക്രിയേറ്ററാണ് അല്ലെങ്കിൽ റിക്രിയേറ്ററാണ്. പുനഃസൃഷ്ടിക്കും ആളുകളെ. നല്ല അധ്യാപകരുടെ, നല്ല ഗുരുക്കന്മാരുടെ, നല്ല സന്യാസി ശ്രേഷ്ഠന്മാരുടെ കീഴിൽ അഭ്യസിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം തന്നെ മാറി മറഞ്ഞു പോയിട്ടുണ്ട്. അത് യേശുദേവന്റെ പുറകെ നടന്ന ആളുകൾ മാറിയത് ശ്രദ്ധിച്ചു. ചരിത്രത്തിലാണ് ഞാൻ പറയുന്നത്. ബുദ്ധന്റെ കൂടെ നടന്നിട്ടുള്ള ആളുകൾ മാറിയിട്ടുള്ളത് നോക്കുക. ഇതിഹാസമൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ പഴയതാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലില്ലാത്തതാണെന്ന് വിചാരിച്ചു. അത് കഥയാന്നൊക്കെ പലരും പറയും. ആയിക്കോട്ടെ, ഞങ്ങളും തള്ളി. പക്ഷെ ചരിത്രത്തിലുണ്ടല്ലോ. ഗുരുക്കന്മാരുടെ കൂടെ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കൂടെ, ബുദ്ധന്റെ കൂടെ, യേശുദേവന്റെ കൂടെ നടന്നിട്ടുള്ള ആളുകൾക്ക് ഉൾക്കാഴ്ചകൾ വന്നു. ആ ഉൾക്കാഴ്ചകളാണ് ശിഷ്യന്മാർക്ക് കൊടുത്തത് അല്ലേ? സഭാമർവ മലനിരകൾക്ക് ഉള്ളിലിരുന്ന് ധ്യാനനിരതനായപ്പോഴാണ് നബി തിരുമേനിക്ക് ഖുർആൻ ബോധമുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ബുദ്ധന്റെ അനുയായികളായാലും കൃഷ്ണന്റെ അനുയായികളായാലും യേശുവിന്റെ അനുയായികളായാലും നബിയുടെ അനുയായികളായാലും ആരായാലും അവർക്ക് ഉൾക്കാഴ്ചയില്ല.
കാരണം അവരെ കൂടെ നടക്കുന്ന ആളുകളുടെ കഥ പറയണം. ഇപ്പൊ അവരുടെ കൂടെ നടക്കുന്ന നേതൃത്വങ്ങൾ ബുദ്ധനെ പോലെയാണോ, യേശുവിനെ പോലെയാണോ, നബി തിരുമേനിയെ പോലെയാണോ? അല്ല, അവര് ധ്യാനനിരതരായിട്ടാണ്. എവിടെയാണ്? മനുഷ്യവാസമില്ലാത്ത, മനുഷ്യനുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലത്ത് സ്വസ്ഥനായിട്ട് ശബരിഗിരീശൻ ഇരിക്കുന്നത് പോലെ ഒരാളുടെ ശല്യം വേണ്ട നമുക്ക്. എവിടെയോ ഇരിക്കുകയാണ്. അവിടെ നിന്ന് അവർ കണ്ടെത്തിയത് അവരുടെ കൂടെ അങ്ങനെ തന്നെ ഇരുന്നിരുന്നു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇത് ജന്മാന്തരങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതിനെയൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരും. ഈ വിദ്യാഭ്യാസ ദർശനവുമായിട്ട് ഇന്നത്തെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ നോക്കുക. ക്ലാസ് മുറിയാണ് പാശ്ചാത്യർ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെയാണ് ഈ പള്ളിയോട് ചേർന്ന് പഠിപ്പിക്കുന്ന സംവിധാനവുമാക്കിയിട്ട് പള്ളിക്കൂടം എന്ന് പോലും മലയാളീകരിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ബെഞ്ച്, ആ ബെഞ്ചിന്റെ മുകളിൽ 3-4 ആൾക്കാർ, ഇപ്പൊ ഒന്നേ ഉള്ളൂ, ഒരാൾ കിട്ടിയാണ് 3-4 ആൾക്കാർ പഠിപ്പിക്കുന്ന ഒരാള്. അയാളോട് തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. ലെക്ചറർ മെത്തേഡ്, സോക്രാറ്റിക് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ശരിയെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു. പാശ്ചാത്യര് തിരിച്ചു പോകാൻ തുടങ്ങി. കൂടെ നടക്കണം. ആരുടെ കൂടെയൊക്കെ നടക്കേണ്ടത്? അമ്മയുടെ കൂടെ നടക്കണം മക്കൾ. അമ്മയുടെ കൂടെ നടക്കാൻ സമ്മതിക്കുന്നുണ്ടോ കുട്ടികളെ? അടുക്കളയിൽ കൂടെ അച്ഛൻ്റെ കൂടെ മക്കൾ നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ മാമന്മാരുടെ കൂടെ നടക്കുന്നുണ്ടോ മക്കള്? ഇല്ല. ഒക്കെ ബോർഡിങ് കൊണ്ടാക്കും. മുത്തശ്ശനെയൊക്കെ കൊണ്ടുപോകാൻ വേറെ സ്ഥലമുണ്ട്, മുത്തശ്ശീനെ കൊണ്ടുപോകാൻ വേറെ സ്ഥലമുണ്ട്. അമ്മയും സൊസൈറ്റി വേടിയാണ്, അച്ഛന് ജോലിയുണ്ട്, ഒരു ബന്ധവുമില്ല. രാവിലെ 8-9 മണിയായ സമയത്ത് ഒരു ദിവസം ചെറിയോൻ എണീറ്റിട്ട് ഓടി വന്നിട്ട് അടുക്കളയിൽ നിന്ന് പറയാം, അമ്മേ നമ്മളെ ആത്തുന്നുണ്ട് ആരോ എണീച്ചു പോകുന്നു. അച്ഛനാടാന്ന് അത് കാണലില്ല കുട്ടികൾ. അച്ഛൻ വിദേശത്തെ ജോലിയാണ്, എപ്പോഴും വന്ന് 2 ദിവസം നിൽക്കപ്പോഴത്തേക്കിനെ തിരക്കായി. ബിസിനസ്സാണ്, ബന്ധമില്ല. ഇപ്പൊ ഫോണിലാണ് 2ാം നിലയിലുള്ള മോളോട് വിളിച്ചിട്ട് പറയാണ് ചോറിനാൻ വന്നട്ടോ, വെള്ളിച്ചില്ല, അമ്മേനെ കാണുന്നില്ല, എന്നാലും വെള്ളിച്ച് കാണാം, അല്ലെ വേണേ എടുത്തു ഞാൻ കടന്നു പോകുന്നു. മറിച്ച് ഒന്നിച്ചിരുന്ന് നമ്മുടെ വീടുകളിൽ എല്ലാവരും കൂടെ സംസാരിക്കാതെ, അവിടെ വേറെ ചർച്ചയൊന്നും പാടില്ല. അതിനാണ് ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസമായിരുന്നു ഭാരതീയർക്ക്. ഉണരുന്നത് മുതൽ കുട്ടികൾ കണ്ടുപഠിക്കുന്നത് അമ്മ ഉണരുന്നത് എപ്പോഴാണ്? മക്കൾ ഉണരുന്നു. ഇപ്പൊ മക്കൾ നേരത്തെ ഉണരും അല്ലേ മോനെ? മക്കൾ എന്ന് പറയുമ്പോൾ മക്കൾ വരുന്നു. മക്കൾ നേരത്തെ ഉണരും. 6 മാസം 8 മാസവും 1 വയസ്സൊക്കെ പ്രായമായിട്ടുള്ള കുട്ടികൾ പൊലച്ചയ്ക്ക് എഴുന്നേക്കുന്നതാണ്. ഇപ്പോഴും കുട്ടികൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. കുട്ടികളെ അമ്മ അവിടെ കോക്കാമ്പൂച്ച വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ കുറുക്കമ്മൂലയിൽ പിന്നെ പുലി ഇറങ്ങിയിട്ടുണ്ട് വയനാട്ടിൽ, ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ട് പുറപ്പിച്ച് കിടക്കും. അങ്ങനെ 5 മണിക്കോ 4 മണിക്കോ ഉണർന്ന കുട്ടികളെ പുതപ്പിച്ച് കിടത്തി 8 മണിക്ക് എണീക്കാനുള്ളവരാക്കിയിട്ട് നിങ്ങളെ മാറ്റും. ഇങ്ങനെയുണ്ട്. പിന്നെ 10ാം ക്ലാസ് എത്തുന്ന സമയത്ത് ഞങ്ങളെ പോലുള്ള ആൾക്കാരോട് വന്നിട്ട് പറയും, മോള് 10ലാന്ന് ഊറ്റി വിചാരമില്ല, മാഷെ 8 മണിയാവാണ്ട് എണീക്കൂല. എന്താണ് അതിൻ്റെ ഒരു പ്രതിവിധി? കുഷ്മാണ്ഡ രസായനം വാങ്ങിക്കൊടുക്കും. അല്ലാണ്ട് കുഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുഷ്മാണ്ഡ കുമ്പളങ്ങോട്ടുണ്ടായിരുന്ന സാധനമാണ്. ഒരു മരുന്നുമില്ല അതിന്. മരുന്നിതേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽ അമ്മ എഴുന്നേക്കുന്നത് കണ്ടിട്ട്, അച്ഛൻ എഴുന്നേക്കുന്നത് കണ്ടിട്ട്, മാമൻ എഴുന്നേറ്റ് പല്ലി വയ്ക്കുന്നത് കണ്ടിട്ട് കുട്ടികൾ വളരണം. ഇത് വിദ്യാഭ്യാസം. അമ്മയെന്ത് ഭക്ഷണം കഴിക്കുന്നു, അമ്മയെന്ത് നാമം ജപിക്കുന്നു, അമ്മയെന്ത് സീരിയൽ കാണുന്നു, അമ്മയെന്ത് കഥ കാണുന്നു, അമ്മയെന്ത് വാക്കുകൾ പറയുന്നു, അച്ഛനെന്ത്, ഇത് വളരെ കുട്ടിക്കാലം മുതൽ അറിഞ്ഞു വരണം. അതാണ് ശരിക്കും ഈശ്വരീയമായിട്ട് എന്നെ ഈശ്വരനെ പോലും കാണിച്ചത് ഗുരുവാണ്. ആ ഗുരുവിന് പ്രഥമ സ്ഥാനം, ഈശ്വരന്റെ സ്ഥാനം കൊടുക്കുന്ന അമ്മയ്ക്കാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ 2ാമതേ അച്ഛന് പറയുന്നു, ആചാര്യ 3ാമതേ മറ്റുള്ളവരെ പറയുന്നു. ഇത് ഭംഗിയായിട്ട് നമ്മളെ ഭർതൃഹരി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ആചാര്യാത് പാദമാദത്തെ, പാദം ബ്രഹ്മചാരി, പാദം ശിഷ്യസ്വമേധയ, പാദം കാലക്രമേണ. ആ അമ്മയും അച്ഛനും ആചാര്യന്മാരിൽ നിന്ന് പോലും ആദ്യം 25% എന്നൊക്കെ നമ്മൾ പറയുന്ന കാൽഭാഗം പഠിക്കുന്നു. പിന്നീട് പഠിക്കുന്നത് അവരുടെ കൂട്ടുകാരിൽ നിന്ന്, അവൻ്റെ സ്വയം
ജീവിത അല്ലേ ടാലൻറ്റിൽ നിന്നും ജന്മത്തിൻ്റെ രഹസ്യത്തിൽ നിന്നും പ്രതിഭ എന്ന് പറയും. അപ്പൊ പ്രതിഭയിൽ നിന്ന് കാൽഭാഗം പഠിക്കുന്ന വ്യുൽപ്പത്തിയും അഭ്യാസവുമായിട്ടാണ് മുക്കാൽ ഭാഗം വരുന്നത്. ഇങ്ങനെ അനുഭവങ്ങളിലൂടെ കയറി വരുമ്പോൾ അവൻ കഴിക്കുന്ന ഭക്ഷണം, അവൾ കഴിക്കുന്ന ഭക്ഷണം വരെ അറിവിന് കാരണമായിട്ട് തീരുന്നു. ഉറപ്പിച്ച് പറയാം, മത്സ്യമാംസാദികൾ കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. മണ്ഡലകാലം തീരാൻ പോവാണ്. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു. എന്തിനാണ് ഭാരതീയർ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ വെച്ചത്? മാംസം നിരന്തരം കഴിക്കുന്ന ആളുകൾക്ക് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞു കുറെ വർഷമായി. സ്വഭാവം പോലും നമ്മൾ ഏത് ജീവിയുടെ മാംസമാണോ കഴിക്കുന്നത് അതിൻ്റെതായിട്ട് മാറും. പന്നികൾ കാട്ടിൽ നിന്ന് റോട്ടിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങി നിന്റെ കൂട്ടുകാർ ഇവിടെയാണല്ലോ ജീവിക്കുന്നത് വിചാരിച്ചിട്ടാണ്. വേറൊന്നുമല്ല. ഇതിലുള്ള കുറ്റം കൊണ്ട് കാര്യമില്ല. നരി ഇങ്ങോട്ട് ഇറങ്ങുന്നു. എന്നെ പോലുള്ള ആൾക്കാരല്ലേ നാട് പോയിങ്ങനെയുള്ളത്. പിന്നെ എനിക്കെന്തിനു കാട്ടിൽ നിൽക്കുന്നത്? നരി ഇങ്ങോട്ട് ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു. അവർക്ക് സമാനമായിട്ട് തോന്നുക. മനുഷ്യരുടെ കർമ്മം കണ്ടിട്ടായിരിക്കും തോന്നുന്നത്. കാരണം അക്രമികളായിട്ട് മാറുന്ന മനുഷ്യര് അവരും അക്രമികൾ തന്നെയാണല്ലോ. പക്ഷെ ഈ വിവേചന ബുദ്ധി മാറിപ്പോവുകയാണ് ഭക്ഷണത്തിലൂടെ. മദ്യം, മയക്കുമരുന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും കാണാം. സന്ധ്യാസമയത്ത് ഇവിടെ കുറച്ച് ആളുകളല്ലേ ക്ഷേത്രവും പരിസരമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്ന് മാറിയാൽ പൂവാലത്തിന്റെ മുകളിൽ കുത്തിരിക്കുന്നതാണ് കുറേ ആൾക്കാർ. ബോംബുകൾ ചോദിച്ചിരിക്കുന്നത് അമ്പലത്തിൽ വരാം. അവിടെ എന്താ പ്രവാസം അല്ലേ? ഭക്ഷണം കഴിക്കാൻ മാത്രം ചിലപ്പോൾ വന്നു നോക്കി. ഭഗവത് കർത്താവ് നടത്തുമ്പോൾ അങ്ങനെ പ്രസാദമൊക്കെ നല്ല ഇറച്ചിയും പൊറാട്ടയും കൊടുത്തു വയ്ക്കുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ. ഞാൻ പ്രഭാഷണം നടത്തുന്നതിന് പകരമായിട്ട് നിങ്ങൾ നല്ല ക്രിമിനൽസിനെ കൊണ്ടുവന്ന് നോക്കും അല്ലേ? പുത്തമ്പാലൻ രാജേഷിനെ കൊടി സുനീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നോക്കും. ഇവിടെ മണൽ വാരിയുടെ താഴെ വീഴുകയില്ല. അത്ര ആൾക്കാരുണ്ട് കാണാൻ വേണ്ടി അല്ലേ? സരിത നമ്മളെ ദേവീക്ഷേത്രത്തിൽ വരുന്നിരുന്നല്ലോ 4-5 കൊല്ലം മുമ്പ്. പേരെടുത്ത് പറയല്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം സരിതേനെ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഹരിതേനെ അറിയാം നമുക്ക് ആർക്കെങ്കിലും? 2 കൊല്ലം മുമ്പേ കേരളത്തിലേക്ക് 13 വർഷത്തിന് ശേഷം അല്ലേ സിവിൽ സർവീസിന് ഫസ്റ്റ് റാങ്ക് കൊണ്ടുവന്ന തിരുവനന്തപുരം കാര്യമാണ് ഹരിത. ഹരിതേനെ ആർക്കും അറിഞ്ഞോളൂ. പക്ഷെ സരിതേനെ എല്ലാവർക്കും അറിയാം ആണ്. പക്ഷെ സരിതയുടെ അവതാരമാണ് കേട്ടോ. അങ്ങനെ ചില അവതാരങ്ങൾ ഇടയ്ക്ക് വരുന്നത് നല്ലതാണ്. സരിത വന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിരുന്നില്ല നമ്മുടെ സ്വപ്ന സുരേഷ്. കാരണം അവതാരങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നാലും ചില ആൾക്കാരെയൊക്കെ വെട്ടിത്തള്ളിയിടാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ദുർഗയൊക്കെ വരുന്നത്. അതുപോലെ സ്ത്രീത്വം തന്നെ വരണം. അപ്പൊ സരിതയെ അങ്ങ് അമ്പലത്തിൽ വന്നു. എവിടെ? മൂകാംബികയിൽ വന്ന സമയത്ത് കുറേ അമ്മമാര് വീടുന്ന കടലാസും പെൻസിലും കിട്ടിയത് ഒന്നൊരു ഓട്ടോഗ്രാഫ് എഴുതി. എന്നോട് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു ഓട്ടോഗ്രാഫ് എഴുതി തരും. എന്തിനാ പൊമ്പടെ ഓട്ടോഗ്രാഫ് ഇല്ലേ? അപ്പൊ നമ്മുടെ മൈൻഡ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചു. നമ്മുടെ കുട്ടികളുടെ മൈൻഡ് എവിടെയാണ്? നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? കുട്ടികൾ ഗാന്ധിജീനെ അനുകരിക്കാൻ ഒരു കുട്ടീനെ കിട്ടുമോ? നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാം. ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അമ്മമാരോടൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ 2 മക്കളിൽ ഒരാളെ ഗാന്ധിജിയെ പോലെ വക്കീൽ ഭാഗം പഠിച്ചിട്ട് അതും ഉപേക്ഷിച്ച് നാടിന് വേണ്ടി ഇറങ്ങിയിട്ട് അർദ്ധനഗ്നനായ ഫക്കീറായിട്ട് ഇവിടുത്തെ കലാപങ്ങളൊക്കെ ഒടുക്കാൻ വേണ്ടിയിട്ട് അവസാനം സ്വയം വെടിയേറ്റ് മരിക്കാൻ തയ്യാറാവുന്ന ഒരു ഗാന്ധിജിയായിട്ട് നിങ്ങളുടെ ആരെങ്കിലും മക്കളെ വിടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോകും. ശങ്കരാചാര്യരാവാൻ നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടീനെ നിങ്ങൾ തയ്യാറാക്കുമോ ചോദിച്ചു? പക്ഷെ ലോകശങ്കരന്റെ ദിനമാണ്, ജന്മജയന്തിയാണ്, ലോക ജ്ഞാനികളുടെ ദിനമായിട്ട് യുവൻ അംഗീകരിച്ചിട്ടുള്ളത്. അറിവുള്ളവരുടെ ദിനം. ശങ്കരന്റെ കൃതികളിൽ വെച്ച് ഏറ്റവും ചെറുത് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്ന 32 ശങ്കരാചാര്യർ ജീവിച്ചത് 32 വർഷമാണ്. നമ്മളെയൊക്കെ പോലെ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നത്. ആ 32 വർഷം കൊണ്ട് ശങ്കരാചാര്യര് എഴുതിയിട്ടുള്ളതിൽ എന്തിനീ 32 ശ്ലോകങ്ങൾ വരുന്ന മോഹമുദ്ഗരം എന്ന് പറയുന്ന ഭജഗോവിന്ദത്തിന്റെ 2 ഭാഗങ്ങൾ പഠിക്കേണ്ട, 6 ശ്ലോകങ്ങൾ മാത്രം പഠിച്ചാൽ ശങ്കരനെ മനസ്സിലാവും. ആ ശങ്കരനാവാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ തയ്യാറാക്കുവോ? ഇല്ല. അതുകൊണ്ടാണ് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുന്ന
സമയത്തിന് ശേഷം കിട്ടിയില്ലെന്ന് എനിക്കറിഞ്ഞൂടാ, പറയുന്നതിന് ശേഷം ഒരു വിവേകാനന്ദനോ ഒരു ശങ്കരാചാര്യരോ ഒരു ശ്രീനാരായണ ഗുരുദേവനോ ഒരു ചട്ടമ്പി സ്വാമികളോ ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരു ഗാന്ധിജി ഉണ്ടായിട്ടില്ല. എല്ലാവരും കള്ളന്മാരാണ് ഉണ്ടായിട്ടുള്ളത്. ഭേദബുദ്ധികളൊന്നുമില്ല. മതിൽ തിരിച്ച് ആരെയും നമ്മൾ കാണണ്ട. എല്ലാ മതത്തിലും പെട്ട, എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട, എല്ലാ ജാതിയിലും ഒക്കെ പെട്ടിട്ടുള്ള ആളുകൾ ഉന്നതങ്ങളിലേക്ക് വന്നു എന്ന് നമ്മൾ കാണുമ്പോൾ കാണാം. ഒക്കെ അവർ അല്ലേ, ദേരാ സച്ചാ സൗദ, രാം റഹീം ഗുർമീത് സിംഗ്, ആളെ അറിയാവുന്നത്? ലക്ഷക്കണക്കിന് അനുയായികൾ ഉണ്ടായിരുന്നു. കള്ളക്കടത്തും കള്ളപ്പണമായിരുന്നു മൂപ്പയുടെ പരിപാടി. ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ദേരാ സച്ചാ സൗദ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവായിരുന്നു. ഹൈന്ദവ സന്യാസിയെ പോലെ ജീവിച്ചു മഹാരാഷ്ട്രയിൽ തന്നെ തെരുവിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇറങ്ങി അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഒരു 4 വർഷം മുൻപേ അറസ്റ്റ് ചെയ്തപ്പോൾ, അയാളെ പേര് കേട്ടാൽ ഏതാ മതം, ഏതാ ജാതി, ആണാണോ പെണ്ണാണോ എന്നൊന്നും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു പേരിട്ടത് അയാള്. ദേരാ സച്ചാ സൗദ, രാം റഹീം ഗുർമീത് സിംഗ്. കാവി കൊടുത്ത് നടക്കുന്ന ആൾക്കാരെ കാണും. കാവി കാണുമ്പോൾ കാലിൽ വീണുകൂടരുതേ. പല ആൾക്കാരുണ്ട്. വെള്ള നിറ വൈറ്റ് ഫുൾ അല്ലേ, അങ്ങനെ നടക്കും. അപ്പം അങ്ങനെ പണ്ട് രാമായണത്തിലൊരു സന്ദർഭത്തിൽ അങ്ങനെയുണ്ട്. നല്ല അറിവുള്ളവരാണെന്നാണ് നമ്മൾ വിചാരിക്കുക. നല്ല കഴിവുള്ളവരാണ്, ലോകം നന്നാക്കാൻ വന്നവരാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വെള്ളക്കൊക്ക് ഇങ്ങനെ പോവുകയാണെന്ന്, പമ്പയുടെ തീരത്തുകൂടി ഇങ്ങനെ പതുക്കെ കൊക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? അപ്പം ധർമ്മിഷ്ഠനായ രാമൻ പറഞ്ഞു എന്നാണ് വാൽമീകി രാമായണത്തിൻ്റെ ഒരു ഭാഗമാണ്. ലക്ഷ്മണനോട്, ലക്ഷ്മണൻ നോക്ക്, ആ കൊക്ക് പോകുന്ന കണ്ടോ, സഹജീവികൾ പോലും ചത്തുപോകരുതേ എന്ന് വിചാരിച്ചിട്ട് എത്ര പതുക്കിയാ പോകുന്നില്ലേ, എന്തൊരു ജീവിയാണ്. അന്നേരം ഒരു മാളത്തിൻ്റെ അന്ന് തവള പറയും, നിങ്ങൾക്ക് അറിഞ്ഞൂടെ രാജാവേ, മൂപ്പരാണ് എൻ്റെ കൂട്ടത്തിലുള്ളവർക്കിലൊക്കെ പിടിച്ചിരുന്നത്, മൂപ്പരനങ്ങാണ്ട് വരുന്നത് ഞങ്ങളെ പിടിച്ചു തിന്നാനാണ്. അപ്പോൾ ആരെ എങ്ങനെയൊക്കെ പിടിച്ചു തിന്നാൻ നോക്കിയിട്ടാണ് ഈ വെള്ള കുപ്പായവും വെള്ള ടൗസറും കെട്ട് നടക്കുന്നത്. പലരും കാവി ചുറ്റി നടക്കുന്നത്, പലവരും കേട്ടോ തലയെക്കെട്ട് കെട്ടി നടക്കുന്നത്. എല്ലാവരും ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ മതത്തിന്റെ നേതാവല്ലേ, സംസ്കാരത്തിന്റെ നേതാവല്ലേ, കാവി കണ്ടങ്ങോട്ട് വീണ് കളയാന്ന് വിചാരിക്കും. വീഴരുത്, കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചറിയാം. തിരിച്ചറിവ് ഉണ്ടാവുന്നില്ല നമ്മുടെ മക്കൾക്ക്. അതുകൊണ്ടാണ് അബദ്ധം പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഒന്നിലങ്ങ് കൂട്ടും, അവരെല്ലാം കള്ളന്മാരാന്ന് പറയും. അതും പാടില്ല. എല്ലാവരെയും ഇങ്ങനെ പറയാനും പാടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ സംസ്കാരത്തെ ഒരു കാലത്ത് നശിപ്പിക്കാനുള്ള ശ്രമം നന്നായിട്ട് നടന്നിരുന്നു. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിൽ ഈ പറഞ്ഞ ആചാര്യ മേഖലകൾ നശിച്ചു പോയത്. ബുദ്ധമതം പോലും അങ്ങനെ നശിച്ചു പോയത്. ബുദ്ധന് ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ മതം എങ്ങനെ നശിച്ചു എന്ന് ചരിത്രം പഠിച്ചാൽ അറിയുന്നത്. ഭാഗവതത്തിൽ പോലും പറയുന്നില്ല, ഭഗവാന്റെ ആ കാലം അവസാനിക്കുന്നതോട് കൂടിയിട്ട് യാദവന്മാര് മദ്യപിച്ച് തമ്മിലടിച്ചില്ലേ, കഥ അറിയാലോ നമുക്ക്. തമ്മിലടിച്ച് ആ രേഖപ്പുല്ലിൽ നിന്നുണ്ടായിട്ടുള്ള ആ ആയുധത്തിനെ കുറിച്ചൊക്കെയുള്ള കഥയുണ്ടല്ലോ. കടലിൽ മറ്റേ രാഗി പൊടിച്ചെറിഞ്ഞത്, അങ്ങനെ ആയുധങ്ങൾ എടുത്തിട്ട് തമ്മിൽ പോരാടി അടിച്ച് ചത്തുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. വീടുകളിൽ, സംഘടനകളിൽ, പ്രസ്ഥാനങ്ങളിൽ, മതങ്ങളിൽ, ജാതികളിൽ തമ്മിലടിച്ച് മറ്റുള്ളവനെ എങ്ങനെ നശിപ്പിക്കും? അപ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് വിഷയം. അതുകൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോകണം. അതാ ഞാൻ പറഞ്ഞത്. ഭാരതീയ വിദ്യാഭ്യാസത്തിൽ സന്തോഷത്തിലൂടെയാണ് അല്ലേ, സച്ചിദാനന്ദ അവസ്ഥ എന്നാണ് പറയാ. ഗോൾഡൻ ഡേയ്സിലെ ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ സച്ചിദാനന്ദ അവസ്ഥ ഉണ്ടാവും. നല്ല അറിവ് നേടിയാൽ സത്ത്, ചിത്ത്, ആനന്ദം. നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. നല്ലൊരു പാട്ട് കേട്ടാൽ ഉണ്ടാവണം, നല്ലൊരു കഥ കേട്ടാൽ ഉണ്ടാവണം, നല്ലൊരു പാഠം പഠിച്ചാൽ ഉണ്ടാവണം. കഥകളിലൂടെയായിരുന്നു പണ്ട് പാഠം പഠിപ്പിച്ചിരുന്നത്. നല്ല നല്ല പാട്ടുകളിലൂടെയായിരുന്നു പാഠം പഠിപ്പിച്ചിരുന്നത്. അമ്മമാര് കുട്ടികളെ ഉറക്കിയത് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അമ്മമാരങ്ങനെ ഉറക്കുന്നുണ്ടോ? അമ്പലത്തിൽ പോലും ഈ കാസറ്റോ CD-യോ പിന്നെ ഇപ്പം ഇതാണല്ലോ പെൻഡ്രൈവോ ഒക്കെ കുത്തിയിട്ട് വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കൽ ഉടയ്ക്കുവാൻ വന്നു. വിഘ്നേശ്വരം നോക്കിയാൽ നാളികേരവും ഇല്ല, പൂജാരിയില്ല, നാട്ടുകാരും ഇല്ല. ഇത് പെൻഡ്രൈവ് പാടുന്നത്. പണ്ട് ആളുകൾ പോയി നിന്ന് പാടുക. അവിടുന്ന് പാടിയോണ്ടാണ് ചെമ്പയൊക്കെ അങ്ങനെയല്ലേ പാടിയത് പറയുന്നത്. ഗുരുവായൂരിൽ പോയിട്ട്
പൂന്താനം അവിടെ ചെന്നിരുന്ന് ഭജിച്ചു എന്ന് പറയുന്നു, മേൽപ്പത്തൂര് ഭജിച്ചു എന്ന് പറയുന്നു. അപ്പൊ നേരിട്ട് പോയിട്ട് ഭജിക്കുക ചെയ്യുന്നത്, അല്ലാണ്ട് പെൻഡ്രൈവ് കൊണ്ടിടുകയല്ല. നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് ഭജിക്കണ്ടേ, നമ്മൾ നിലവിളക്കിന്റെ അടുത്തിരുന്നിട്ട് നാമം ജപിക്കണ്ടേ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ. കഴിക്കുന്ന ഭക്ഷണത്തിനെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സംസാരിക്കരുത് മാത്രമല്ല, ഒക്കെ തുറന്നു വെച്ചതിന് ശേഷം ഒന്ന് ധ്യാനിക്കണം. ഗീതയിലെ ഭാഗമൊക്കെ നമ്മൾ പറയാ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഗ്നോ ബ്രഹ്മണാഹു എന്നുള്ള ശ്ലോകമൊക്കെ ചൊല്ലിയിട്ടില്ലേ. അന്നഗ്രഹണ് കർണേസേ പഹലേ വിചാരം അനിമേ കർണാഹേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹിന്ദിയിലൊരു ഭാവം തന്നെയുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് പരമേശ്വരന് വേണ്ടിയാണ്, ഈശ്വരന് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞത്. ഈ പരമേശ്വരിയക്ക് പ്രാർത്ഥന നിത്യ തുമാരെ ചരണവുമേ എന്ന് പറയാണ്. അങ്ങേക്ക് വേണ്ടിയിട്ടാണ് പരമേശ്വരൻ, ഈശ്വരന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടില്ല. ഈശ്വരന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആത്മാവിന് വേണ്ടി. ആത്മാവ് എന്താ ചെയ്യുന്നത്? കർമ്മം ചെയ്യുന്നു. അപ്പൊ കർമ്മം ചെയ്യാൻ ഭക്ഷണം കഴിക്കുന്നു, അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുക, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് വിചാരിക്കുക, ആദ്യമായിട്ട് എനിക്ക് ഭക്ഷണം തന്നത് ആരാണ്? അമ്മയെ, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ മുത്തശ്ശനായിരിക്കും, അങ്ങനെ ഗുരുക്കന്മാരാരോ ആയിരിക്കും. അവര് തന്ന് അങ്ങനെയാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കഴിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഭക്ഷണത്തിനെ ഒന്ന് സ്പർശിച്ചിട്ട് മനസ്സുകൊണ്ടെങ്കിലും നെറുകയിലും നെഞ്ചിലും വെച്ച് ഭക്ഷണം കഴിക്കണമെന്നാണ്, സംസാരിക്കരുത്. അങ്ങനെ നമ്മൾ ഭക്ഷണം തൊട്ട് തലയിൽ വെക്കണമെങ്കിൽ നമ്മളെക്കാൾ വയസ്സുള്ള കോഴീനെ തിന്നുകയാണെങ്കിൽ സാധിക്കുക. തിന്നണ്ട, നമ്മളെക്കാൾ വയസ്സുള്ള പോത്തിനെ തിന്നാലും എന്നും പറഞ്ഞ് തിന്നേണ്ടി വരില്ലേ. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ ക്ഷേത്രത്തിലായാലും ആഘോഷങ്ങളിൽ വീടുകളിലായാലും നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണമേ പാടുള്ളൂ. സ്വഭാവ രൂപീകരണത്തിൽ വലിയ ഘടകമാണ് ഭക്ഷണം. പാട്ടുകൾ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കും, കഥകൾ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കും. അപ്പം ഞാനിങ്ങനെ ഇന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണ്, ഇന്നലെ വയനാട്ടിലൊരു ഇതിന് പോയിട്ട്. ഇന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പം വൈത്തിരി ഭാഗത്തെത്താൻ സമയത്ത് ഇടത് സൈഡിലൊരു റിസോർട്ടിൻ്റെ ഒരു വലിയ വില്ലയുടെ ഞാൻ പേര് കണ്ടു. ഞാൻ ചെമ്പ്ര എന്നാണ്. ചെമ്പ്ര നിന്നാണ് ഞാനത് കാണുന്നത് ആദ്യമായിട്ട്. മുമ്പുണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടെ, പുതിയതാണ് സാമാന്യം. ചെമ്പ്ര എന്ന് കണ്ടപ്പോൾ എനിക്ക് ആലോചന വന്നത്, ചെമ്പ്ര എസ്റ്റേറ്റ് ഉണ്ടല്ലോ വയനാട്ടിൽ, അവിടെ നേപ്പാടി ഭാഗം. അവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ LP സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു മാനേജർ ആത്മഹത്യ ചെയ്തതിൻ്റെ കഥ ഞാൻ വായിച്ചു. ഇതൊരു പീരിയോഡിക്കൽസ്. അപ്പം അയാളുടെ കഥ ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്, ഇയാളൊരു ഒരു വില്ലാളി വീരൻ ശൂരനാണല്ലോ എന്നുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാളെ ഒന്നും അല്ല അനുകരിക്കേണ്ടത്. ബാങ്ക് ഓഫ് ബറോഡ മുതൽ ചെമ്പ്ര എസ്റ്റേറ്റ് വരെ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ ആ തലക്കെട്ട്. മംഗളം വീക്കിലിയിലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 80-ലോ 79-ലോ ധാരാളം കടം വരുത്തി വെച്ച് അവസാനം അയാൾ താമസിക്കുന്നതിൻ്റെ 3-ാം നിലയുടെ മുകളിൽ ടോപ്പിൽ കയറിയിട്ട് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് ചത്തു കളഞ്ഞു. അയാളുടെ കഥ ഇങ്ങനെ മംഗളത്തിൽ കൊടുത്തിരിക്കുക. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ചില തിരുത്തലുകളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരിക്കലും ഞാൻ മലയാള മനോരമ ദിനപത്രത്തിലൊരു ദിവസം ഞായറാഴ്ചയിൽ കാണുന്നത്, സദാം ഹുസൈനെ തൂക്കിക്കൊന്നല്ലോ, അതിൻ്റെ പിറ്റേ ദിവസം സദാം ഹുസൈൻ്റെ ജീവിതം മുഴുവൻ കൊടുത്തു. സത്യത്തിൽ ഇത് വായിച്ച് പഠിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെയോ ഗാന്ധിജിയുടെ ജീവിതം മുഴുവൻ കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ രാധാകൃഷ്ണന്റെ ചില സന്ദേശങ്ങൾ മാതൃഭൂമി ദിനപത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കാറുണ്ടായിരുന്നു. സെപ്റ്റംബർ 5-ാം തീയതി അധ്യാപക ദിനത്തിൻ്റെ സമയത്ത്. പക്ഷേ അടുത്ത കാലങ്ങളിലായിട്ട് അതും ഇല്ലാതെയായിരിക്കും. അപ്പം നമ്മൾ അറിയേണ്ടുന്ന കഥകളൊന്നുമില്ല. രാമായണ മാസമായിട്ട് കർക്കിടകം വരണം, രാമനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഇത് വർഗീയതയാണ്. രാമായണം വായിച്ചാലേ വർഗീയതയാവുള്ളൂ, ജ്ഞാനപ്പാന വായിച്ചാലേ വർഗീയതയാവുള്ളൂ, മഹാഭാരതം വായിച്ചാലേ വർഗീയതയാവുള്ളൂ.
ബാക്കിയൊക്കെ സ്വർഗീയത. പക്ഷേ ഇന്ന് ആ മാധ്യമങ്ങൾ മുഴുവൻ രാമായണത്തിന്റെ വ്യാഖ്യാനങ്ങൾ വിറ്റുകൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അതും നമ്മളെ ചൂഷണം ചെയ്യുന്നൊരു വഴിയാണ്. അപ്പൊ ചൂഷണത്തിന് പറ്റുമെങ്കിൽ ഞാനും ക്ഷേത്രവിശ്വാസിയാണ്, ഞാനും കുരിതൊടും, ഞാനും ഈശ്വരന്റെ ആളാണ് എന്നൊക്കെ പറയാൻ ആൾക്കാർ വരും. അതുവരെ ഈശ്വരൻ മോശമാണ് അല്ലേ? അതുവരെ ഭാരതീയ സംസ്കാരം മോശമാണ്, സനാതനധർമ്മം മോശമാണ്. ഇവിടെയാണ് നമ്മൾ വിളക്ക് വെച്ച് പഠിക്കേണ്ടത്. വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ഹിന്ദു എന്ന പദം പോലും ഉപയോഗിച്ചിട്ടില്ല. മതമല്ല, ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ. ആദ്യ ദിവസം സൂചിപ്പിച്ചത് കൾച്ചറൽ ഹെറിറ്റേജ്, ഇതൊരു സാംസ്കാരിക പാരമ്പര്യമാണ്. അപ്പോൾ അറിവ് അല്ലെങ്കിൽ വിദ്യ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് വേദങ്ങളിലൂടെ കൊടുത്തത് വിദ്യയാണ്. വിദ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ്, വിദ്ജ്ഞാനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. വിദ് എന്ന ധാതുവിൽ നിന്നാണ് വിദ്യ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അത് സന്യാസിമാരുടെ ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യാതൊന്നറിഞ്ഞാലോ എല്ലാം അറിയാൻ പറ്റുന്നത് എന്ന് ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്ന ഒരു ഭാഗം ഉപനിഷത്തിൽ കാണാനാണ്. അപ്പൊ ഗുരു പറയുന്നത് സ്വയം തിരിച്ചറിയുക, അപ്പോഴാണ് എല്ലാം അറിയാൻ സാധിക്കുന്നത്. സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വേദങ്ങൾ നമ്മൾ പഠിപ്പിക്കണം, ഉപനിഷത്തുകൾ നമ്മൾ പഠിപ്പിക്കണം. ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ പുരാണങ്ങളിലോ ഒരിടത്തും, പ്രത്യേകിച്ച് വേദോപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും, ഒരു ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ പരാമർശമില്ലെന്ന് മാത്രമല്ല, ഇതര ജാതി മതങ്ങളെ കുറിച്ച് ഒന്നും പറയില്ല. കാരണം അന്ന് ഇതര ജാതി മതങ്ങൾ ഉണ്ടായിരുന്നില്ല. ജാതി തന്നെ ചാതുർവർണ്ണ്യം പോലും ഉള്ളത് ഗുണകർമ്മ വിഭാഗശഃ എന്ന് ഗീത പറയുന്നു. മനുസ്മൃതി പോലെയുള്ള കൃതികൾ പറയുന്നു ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ദ്വിജ എന്നാ പറയും. കർമ്മം കൊണ്ടാണ് അവസാനിപ്പിക്കുന്ന. ബ്രഹ്മജ്ഞാനാനാഭി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനിയെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മം എന്താണ് എന്നറിയുന്നവരെ നിങ്ങൾ ബ്രാഹ്മണൻ എന്ന് വിളിച്ചാൽ മതി. അതാണ് ബ്രാഹ്മണസ്യ മുഖമാസി എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ ശരിക്കും ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് ഉണ്ടായവൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ കേന്ദ്രം. പഞ്ചേന്ദ്രിയങ്ങളും സംഗമിക്കുന്ന തല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിന് പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങോട്ട് പ്രാധാന്യം കൊടുക്കുന്ന അധ്വാനിക്കുന്നവനെ ക്ഷത്രിയൻ, അതിനും പ്രാധാന്യം കൊടുക്കാതെ കാലുകൾക്ക് ഊരു മുതലുള്ളതിന് കൊടുക്കുന്നവനെ വൈശ്യൻ എന്ന് വിളിക്കും. അതിനും ആവൂല എനിക്ക് എന്ന് പറയുന്നവനെ ശുദ്ധനെന്ന്. അപ്പൊ തീരെ ഒന്നും അറിയണ്ടെന്ന് വിചാരിച്ച് ഞാനൊരു സ്കൂളിൽ എച്ചമായിട്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് അടുത്ത കാലത്ത് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ, ഒരു 10-25 വയസ്സ് പോലും ഇല്ല. ഞാനിങ്ങനെ അയാളെ കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കി മേടിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. 10ാം ക്ലാസ് തോറ്റിട്ട് പിന്നെ എഴുതാനേ പോയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചല്ല ഇതൊന്ന് എഴുതിയെടുത്തു, വേണ്ട ആവശ്യം. ഞാൻ നോക്കി ബൈക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല, ബൈക്ക് ഓടിക്കാൻ അറിയില്ല, കാർ ഓടിക്കാൻ അറിയില്ല, ഒന്നും അളിച്ചില്ല. അങ്ങനെ ഞാൻ വേറൊരാളെ വെച്ചു. ഇയാളെന്ത് ഇങ്ങനെ ജീവിക്കാൻ കാരണം? രസകരമായിട്ട് മറ്റേ മാഷ എനിക്ക് പറഞ്ഞത് ഒരു സംസ്കൃതമാണ്. അയാൾ പറയുകയാണ്, മാഷേ സൈക്കിളോ ബൈക്കോ ഓടിക്കാൻ അറിഞ്ഞാൽ ഓനെ ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും ഒക്കെ പറഞ്ഞു വിടും സ്ഥലത്തിനും സ്കൂളിൽ നിന്ന്. അപ്പോൾ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ അവിടെ ഇങ്ങനെ എന്ന് കളിച്ചിട്ട് ഒരു മാസമാകുമ്പോൾ എന്തെങ്കിലും വാങ്ങി വിട്ടു പോവുക ചെയ്യാം. ഒന്ന് പോസ്റ്റ് ഓഫീസിൽ പോവാ, വണ്ടി വേണ്ടേ, വണ്ടി ഓടിക്കാൻ അറിയാം. അങ്ങനെ ചില ആളുകളുണ്ട്, അവരെ നമ്മൾ ശൂദ്രന്മാരെന്ന് വിളിക്കുന്നത്. മറിച്ച് എന്തെല്ലാം ഉണ്ടോ ശാസ്ത്രജ്ഞന്മാർ, അവര് ബ്രഹ്മജ്ഞാനികളാണ്, ബ്രഹ്മത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുന്ന യഥാർത്ഥത്തിൽ അമ്മമാരാണ്. അമ്മമാര് കഥകൾ പറഞ്ഞു കൊടുക്കണം. ടി വി കണ്ടിരുന്നാൽ പോരാ. ഞാൻ പറയാം, നമ്മളൊക്കെ വ്രതമെടുക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ തൊടുപുഴയിലൊരു സ്കൂൾ എച്ചമായിരിക്കുന്ന സമയത്താണ് ഒരിക്കലും അതിലിങ്ങനെ പ്രാദേശിക ചാനലിൽ സ്ക്രോളിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസത്തിൽ കേബിൾ കട്ട് ചെയ്തിരിക്കുന്ന മാന്യവരിക്കാർ ആ മാസത്തെ കൂടി വരിസംഖ്യ തന്ന് സഹകരിക്കണം.
അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, റമദാൻ മാസത്തിൽ കേബിൾ കട്ട് ചെയ്യുന്നുണ്ടല്ലേ? മണ്ഡലകാലത്ത് വീട്ടിലെ കേബിൾ കട്ട് ചെയ്തോ നമ്മൾ? രാമായണ മാസത്തിൽ കട്ട് ചെയ്തോ? നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ ഹനുമാനെ കൊടുക്കും, ബാലഹനുമാൻ. ക്ലാസ് പോകുന്നുണ്ടാണ്, ഹനുമാൻ ചാടിയും പോയി. ബാലഹനുമാൻ, ഹനുമാന്റെ ഒരു ബന്ധുവില്ല. മൂപ്പരെന്തോ ബണ്ണറ്റാ നിൽക്കുകയാണ്. കഥയെല്ലാം വ്യത്യാസമാണ്. രാമായണത്തിൽ ഒരു ബന്ധുവില്ല. കപീഷ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ബാലൻ പൂമ്പാറ്റയിലോ കഥ തന്നെയല്ല, ബാലിനെ എന്തിലെ ആ ബാലനെ അതുപോലെ കഥകൾ ഉണ്ടാക്കി കുട്ടികളെ അതിൻ്റെ മുമ്പിലിരുത്തും. ഇപ്പൊ മൊബൈലിൽ ഇങ്ങനെ വരികയാണ് പല കഥകളും. ഡോക്ടർമാരൊന്നുമല്ല, MBBS അല്ലെങ്കിൽ PhD ഒരു വിഷയത്തിൽ എടുക്കാത്ത ഒരാള് ഇങ്ങനെ യൂട്യൂബിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന രോഗം വരാൻ സാധ്യതയുണ്ട്, നിങ്ങളെ കണ്ണ് ഇങ്ങനെയാണെങ്കിൽ, നിങ്ങളെ ചെവി ഇങ്ങനെയാണെങ്കിൽ ഇന്ന രോഗം വരും. അവസാനം അയാളെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾ ഇതുവരെ ബന്ധമില്ലാതെ വെച്ചാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ട് അതിന്റെ പരീക്ഷണമായിട്ട് പോയരുത്. ഇവിടെ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. ദൈവത്തിനെയും പ്രാർത്ഥിച്ചിട്ട് മഞ്ഞപ്പിത്തം വന്നപ്പോൾ കയ്യടിച്ച് പാട്ടുപാടിയിട്ട് ചത്തുപോയ ചരിത്രമുണ്ട് അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നമ്മൾ? ഒന്നിച്ച് കൂടിയിരുന്നിട്ട് രോഗം വന്നു കഴിഞ്ഞാൽ കയ്യടിച്ച് പാട്ടുപാടുക, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാനിപ്പം മാനത്തേക്ക് ഓടിക്കയറും, എൻ്റെ ചോര തിളയ്ക്കും, എൻ്റെ ചോര തിളയ്ക്കും, കുറച്ച് മറ്റൊരു ചോര കട്ടയായി പോയി. പാടിയിൽ ഞങ്ങൾ മാറ്റിത്തരാം, പാടിയാലൊന്നും മാറില്ല. അമ്പലത്തിൽ മാത്രം വന്നാലും രോഗം മാറില്ല. മഞ്ഞപ്പിത്തം പിടിച്ചാൽ മരുന്ന് കഴിക്കണം. അന്ധവിശ്വാസങ്ങളിലൂടെ കൊണ്ടുപോവുക. ചരട് കെട്ടിയാൽ മാറില്ല. കുബേർ കുഞ്ചു കെട്ടി തൂക്കിയാലും നമുക്ക് ഐശ്വര്യം വരില്ല. പലപിരി ശംഖ് വിട്ട് കൊണ്ടിച്ചിട്ട് കാര്യമില്ല. മറ്റെന്താ, ധനാകർഷണ ഭൈരവ യന്ത്രം അങ്ങനെയാണ് യന്ത്രത്തിന്റെ പേര്. ആ യന്ത്രം നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ധനം മുഴുവൻ അയാൾ ആകർഷിച്ചെടുക്കും എന്നല്ലാണ് നമ്മുടെ ഈ ഭൈരവ യന്ത്രം എടുക്കും, ഒരു ഗുണവുമില്ല. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ വ്യാഖ്യാനിക്കുന്നിടങ്ങളിലും ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഇടയിലും പോലും പോവാൻ അർത്ഥം. ഒരു സംശയമില്ലാതെ പറയാനില്ല. കാരണം ഇത് ബിസിനസ്സാക്കി മാറ്റിയിട്ടുണ്ട്. പലരും ബിസിനസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്ക് ഞാനൊരു വ്യാഖ്യാനം എഴുതി, അത് മാത്രമാണ് ശരിയായ ഭഗവത്ഗീത എന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കും. ഇപ്പൊ ചിദാനന്ദപുരി സ്വാമി ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം, ശങ്കര ഭാഷ്യം സ്വാമി എവിടുന്നെങ്കിലും പറയാണ് ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ സ്വാമി ഞാൻ അതും വായിച്ചു നോക്കും, പ്രധാന സ്വാമീനെ വായിച്ചു നോക്കും, ചക്രാന്ത സരസ്വതി വായിച്ചു നോക്കും, ഒക്കെ വായിച്ചു നോക്കും. എനിക്കിത് ശരിയെന്ന് തോന്നുന്നു. ഇതാണ് ഭാരതീയൻ, അതാണ് ഭാരതീയൻ. അങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തണം. എല്ലാം പഠിക്കണം. അവർ ബൈബിള് പഠിക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ, ഹദീസുകൾ വായിക്കട്ടെ, ആയത്തുകൾ പഠിക്കട്ടെ. ഇതൊന്നും പഠിക്കാണ്ട് മതം മാറാൻ പോകരുത്. ബൈബിളും ഖുറാനും ഹദീസും ആയത്തും രാമായണവും മഹാഭാരതവും ഗീത എല്ലാം പഠിച്ചിട്ട് ഒരുത്തം പറയാണ് ഹിന്ദുവിനേക്കാൾ നല്ലത് ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് പോട്ടെ, സമ്മതിച്ചു, അംഗീകരിച്ചു കൊടുക്കുക. രാമായണവും വായിക്കില്ല, മഹാഭാരതം വായിക്കില്ല, എന്നിട്ട് ചോദിക്കുക ഹിന്ദുവിന് എന്താ മഹത്വം, ക്ഷേത്രങ്ങളുടെ സംസ്കാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിച്ചു. മഹാഭാരതത്തിലെ കഥയൊന്നും അറിഞ്ഞൂടാ, വേറെ കഥ പറയുന്നത് എനിക്ക് വാർത്തരുന്ന രീതിയിലുള്ള പുസ്തകത്തിലെ 2-ാം മൂലത്തിലെ കഥ ചെയ്യുന്ന പറയും. ഇത് മഹാഭാരതത്തിലുള്ള അല്ല മോനെ, അത് ആ നോവലിനകത്തുള്ളതാണ്. അപ്പം ബൈബിള് പഠിക്കാതെ ബൈബിളിനെ കുറ്റപ്പെടുത്തരുത്, ഖുർആൻ വായിക്കാതെ അതിനെ കുറ്റപ്പെടുത്തരുത്, രാമായണം പഠിക്കാതെ അതിൻ്റെ അന്തസത്ത ഗുരുവിൻ്റെ മുഖത്ത്. അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്നത്, വേദം പഠിക്കാൻ വേദി ഉണ്ടാക്കിയിരുന്നു, സമിതികൾ ഉണ്ടാക്കി. വേദം പഠിക്കാനുള്ള സ്ഥലമാണ് വേദി, നോട്ട് സ്റ്റേജ്. അത് പിന്നീട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു വന്നതാണ്, സ്റ്റേജ് അല്ല അത്. വേദി എന്ന് പറഞ്ഞാൽ അറിവ് പകർന്നു കൊടുക്കുന്ന സ്ഥലം. ക്ഷേത്രങ്ങൾ പോലും അറിവ് പകർന്നു കൊടുക്കുന്ന സ്ഥലമല്ലാതായി മാറി. അവിടെ ഗാനമേളകളാണ്. ഗാനമേള നടക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്തെല്ലാം പാട്ടാണ് നടക്കുന്നത്. ഒരു അമ്പലത്തിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ എൻകരളിൽ താമസിച്ചാൽ മാപ്പുത രാംരാക്ഷസി, അതാണ് അമ്പലത്തിൽ വെച്ച പാട്ടത്. ഇത് രാവണൻ്റെ അമ്പലമാണോ എന്നുള്ള നിശ്ചയം അല്ല, കേട്ടതാണ്. ഒരാളിങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ ആ അമ്പലത്തിലേക്ക് പോകാൻ നിശ്ചയം. പണ്ട് ബൈക്കൊന്നും ഇല്ലായിരുന്നു, എനിക്ക് വരാൻ പോയത്. ഇതിപ്പോൾ വളവം കഴിഞ്ഞാൽ ഇന്ന് പാട്ട് കേൾക്കാന്ന് പറഞ്ഞു. വളവ് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം. അടുത്ത ഞാൻ പറഞ്ഞു വേറെ കാസറ്റ് ഇല്ലായിട്ടാ മാഷ. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭക്തിയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ അടുപ്പമൊക്കെ തോന്നുന്നുണ്ട്. വേദങ്ങൾ പഠിച്ചാൽ, ഉപനിഷത്തുകൾ പഠിച്ചാൽ
ഭാഗവതം വായിച്ചാൽ, രാമായണം പഠിച്ചാൽ, നല്ല നല്ല കഥകൾ ആചാര്യന്മാരിൽ നിന്ന് കിട്ടിയാൽ സ്നേഹമുണ്ടാവും. വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് സ്നേഹമാണ്, യഥാർത്ഥ സ്നേഹം. അല്ലാണ്ട് സ്നേഹം എന്ന് പറയുന്നത് മതം മാറാൻ വേണ്ടിയുള്ള സാധനമല്ല, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല, ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്നേഹിച്ച് നടക്കലല്ല. കൂടെയുള്ളവരല്ലേ കാലുകുത്തി എറിയുന്നത്. ഗുണ്ടാ വിളയാട്ടം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ അല്ലേ. കാരണം യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, യഥാർത്ഥ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. കൊടുത്താൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് ഇവരെ കിട്ടില്ല. അവന് സ്വാതന്ത്ര്യം കൊടുത്തുകൂടാ. സ്വാതന്ത്ര്യമില്ലാതെ വളർത്തുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി. എന്നാലേ നമ്മൾ പറയുന്നത് പോലെ അവർ ജീവിക്കുകയുള്ളൂ. സ്നേഹം മാത്രം പോലെ വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത്. അത് വിവേകാനന്ദ സ്വാമികൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുമ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ തന്നെയുണ്ട്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്തൊരു പറയുകയാണ് അദ്ദേഹം, എഡ്യൂക്കേഷൻ മസ്റ്റ് ബി മാൻ മേക്കിംഗ്. മനുഷ്യ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയും. മനുഷ്യനെ സൃഷ്ടിക്കണം, മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. മനുഷ്യനാവാൻ പഠിക്കണം. ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ അതിൽ പോകുമ്പോൾ അയാളെ വിളിക്കാൻ നമുക്ക് തോന്നണം. ഞാൻ വീട്ടിലിരുന്ന് പായസം കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന മാഷ് വരുന്നത്. വേഗം പായസം ചോട്ടിലേക്ക് തട്ടി മാറ്റാം. കട്ടിലിൻ്റെ ചോട്ട്, ഇപ്പോഴത്തെ പുതിയ കട്ടിലാച്ചാൽ ചോട്ടിലേക്ക് തട്ടി മാറ്റാൻ പറ്റില്ല. പണ്ടത്തെ കട്ടിലൊക്കെ വെച്ചാൽ തട്ടി മാറ്റി. എന്നിട്ട് എന്താ മാഷേ, ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. അതല്ല വിദ്യാഭ്യാസം. നമ്മൾ കഴിക്കുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് പഠിപ്പിച്ച കുട്ടികൾ ഇനി കോവിഡിൻ്റെ കാലത്ത് അല്ലേ ഭക്ഷണം കൈമാറരുത്. ഞാൻ മുമ്പേ പറയില്ലേ, അത് ട്രെയിനിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ മറ്റുള്ളവരോട് ഭക്ഷണം വാങ്ങി കഴിക്കരുത്. നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ മറ്റുള്ളവരോട് ചിരിക്കരുത് എന്നൊക്കെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിരിച്ചാലും മനസ്സിലാവില്ലോ. ഈ മങ്കിത്തൊപ്പി എന്ന് പറഞ്ഞ തൊപ്പി തണുപ്പിലൊക്കെ ഇടുന്നില്ല, ഇവിടെ മാത്രം ഇങ്ങനെ കാണുന്നത്. മങ്കിത്തൊപ്പി ഇട്ടിട്ട് പോയൊരു മാഷ് രസമോ അടുത്ത മാഷോട് ചിരിച്ചു. മാഷ് മനസ്സിലായില്ല എന്നാണ്. എന്താ മറ്റേ മാഷ് ചിരിക്കുകയല്ല കേട്ടോ. ഞാൻ അവസാനം മനസ്സിലാക്കിയ പറഞ്ഞു, മാഷെ ഞാൻ ചിരിച്ചിരുന്നു, ആ മങ്കിത്തൊപ്പി ഇട്ടുകൊണ്ട് മനസ്സിലാവായിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇതിങ്ങനെ കെട്ടിയാൽ നമ്മൾ ആരാന്ന് മനസ്സിലാവില്ല. നമ്മൾ ചിരിച്ചാൽ മറ്റുള്ളവർ തിരിച്ചറിയില്ല. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ലിഫ്റ്റ് കടിച്ചാൽ ലിഫ്റ്റൊക്കെ കുറഞ്ഞു തോന്നും ചില ആൾക്കാർ. കാരണം ലിഫ്റ്റ് തിരിച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ. മീശ വെച്ചിട്ടും കാര്യമില്ല, മീശ കറപ്പിച്ചിട്ടും കാര്യമില്ല. ഇങ്ങോട്ടങ്ങ് മറിഞ്ഞു പോയല്ലേ. അപ്പം അങ്ങനെ ചില ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കാൻ പഠിക്കണം. ചിരിക്കാറുണ്ടോ നമ്മൾ? ചിരിപ്പിക്കുകയോ? അങ്ങനെയാണോ? ഒരു സ്കൂളിൽ എയ്യോ വന്നു, വിദ്യാഭ്യാസം തന്നെയാണ്. ഈ പഴയ കാലത്താണ്. ഇപ്പോഴത്തെ കാലത്ത് എയ്യോമാരൊന്നും വരാറില്ല. ഒരിങ്ങനെ മെസ്സേജ് വിടുക മാത്രമേ ഉള്ളൂ. എയ്യോയും ഡിയൊക്കെ മെസ്സേജ് വിടും. നാളെ 4 മണിക്ക് കൂട്ടാവും, 5 മണിക്കേ കൂട്ടാവും. ലാച്ചനും വിട്ട് കിട്ടിയവന് കിട്ടി, നോക്കിയോ നോക്കി, മന്തിയോ മന്തി എല്ലാത്തും കണ്ടില്ല പോയി മെസ്സേജ്. എന്നിട്ട് ഇന്നലെ മെസ്സേജുകൾ കാണാത്ത ആളുകൾ ഇന്നൊന്നും കൂടി കാണാം. രണ്ടാമത്തെ മെസ്സേജ് നമുക്ക് കളത്തിൽ പറയല്ല, ഞാൻ അരച്ചുമാണല്ലോ അത് പറയാ. അപ്പോൾ ഏയോ വന്ന് ക്ലാസ്സിൽ കയറി, എല്ലാ ക്ലാസ്സൊക്കെ വിസിറ്റ് ചെയ്ത് ഇയാളെന്തോ തമാശ അറിഞ്ഞാലോ ആരും ചിരിക്കുന്നില്ല, കുട്ടികളൊന്നും ചിരിക്കുന്നില്ല. ഇയാൾ പാവം നല്ല മനസ്സിലായി. ഒരു ക്ലാസ്സിൽ കയറി എന്തോ പറഞ്ഞാൽ ഒരുത്തം പിടിവിട്ട് പിച്ച്. അപ്പച്ചനോട് പിന്നെ ഇറങ്ങി പേര് ചോദിച്ചു, ആ കുട്ടി ഏതാന്ന് ചോദിച്ചു. മോനെ ഞാൻ നോക്കി വെച്ചില്ല, DC കൊടുക്കാൻ ആളെ. ഒരു കുട്ടി ചിരിച്ചാൽ പിറ്റേന്ന് DC കൊടുക്കും. ചിരിക്കുകയല്ല ക്ലാസ്സിൽ ചിരിപ്പിച്ച് കൊണ്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു ചിലയിടത്ത്. അവരെ ക്ലാസ്സിൽ ഇടിയായിരുന്നു. കുട്ടികൾ കയറിയിരിക്കും കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതൊരു മാഷ്, എനിക്കറിയുന്ന കുറേ മാഷന്മാരുണ്ട്, നല്ല മാഷന്മാരുണ്ടായിരുന്നു. ഒരാൾ ഒരു ദിവസം ലീവാക്കിയാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര സങ്കടം. ചില ആൾക്കാർ ലീവാക്കാത്തതിനാണ് സങ്കടം. മാഷ് വരുന്നുണ്ട്, സൈക്കിളിട്ട് കുത്തിയല്ലേ മൂപ്പര കാലോടിയല്ലേ വരുന്നു കേട്ടോ, കണക്കിൻ്റെ മാഷ് വരുന്നുണ്ട്. ഒരു മാഷ് വന്നില്ല. പിറ്റേന്ന് വന്നിട്ട് മാഷ് എന്നേരം നിങ്ങളെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതാണ് വിദ്യാഭ്യാസം. എന്ത് പറയാനാടോ എന്നൊക്കെ പറഞ്ഞിട്ട് പാടവും തീരുമില്ല, നിങ്ങളെന്താ പറയുന്നത് പറഞ്ഞു. ആ അച്ഛമ്മ ചോദിച്ചെന്നിട്ട് നിങ്ങളെ മാഷിന്ന് ലീവാക്കിയല്ലോ, ഇടയ്ക്കിടയ്ക്ക് അയാൾ ലീവാക്കുന്നില്ല, നിങ്ങളെ കണക്ക് തീരുമോ എന്നൊക്കെ ചോദിച്ചു അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞു. ആത്തൊക്കെ നമുക്ക് തീർക്കണം. ഇന്നലെ ഞങ്ങളെ പോയി, ഞാൻ കല്യാണം പോലെ പോയി, അതല്ല പന്തലൊടിഞ്ഞ് വീണു. പന്തല വീണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഈ കാണണമെന്നൊക്കെ ചോദിച്ചിട്ട് ബോർഡിൻ്റെ മുകളിൽ ഇതെങ്ങനെ ഒരു കാല്, ഇങ്ങനെ ഒരു കാല് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെയൊന്ന് വെട്ടി, ഇങ്ങനെയൊന്ന് വെച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ വരയും കൂലിയൊക്കെ ഇട്ടിട്ട് അവസാനം നോക്കുമ്പോഴല്ലോ അത് നിങ്ങൾ മറ്റേ പാടം നോക്കിയാൽ മതി, ഇതാണ് സംഗതിന്ന്. അപ്പം അയാൾ ഈ എകരവും തൂണിൻ്റെ എകരവും വെണ്ടി വെക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അളവുകളൊക്കെ കറക്റ്റാക്കി പഠിപ്പിച്ചതാണ്.
ഇന്ന് നമ്മുടെ ഈ പഴയ വീടുകളൊക്കെ അല്ലേ ഇങ്ങനെ അപ്പുറത്ത് കയറ്റിയിട്ട് 64 കൈക്കോലൊക്കെ കയറ്റിയിട്ട് പിന്നെ വളവെന്തൊക്കെ കൊടുക്കുന്ന. ഇപ്പം ആരും വളവൻ അടിച്ചാൽ കയറിയല്ല. കാരണം എന്താണെന്നറിയോ, ഇതിന് കൃത്യമുള്ള ഇപ്പോൾ ഒക്കെ വാർപ്പായി പോയില്ലേ. പണ്ടത്തത് എത്ര ഭംഗിയായിട്ടാണ് ഈ നമ്മൾ ആശാരിമാരെന്നൊക്കെ പറയുന്ന ആളുകൾ, ജാതിയൊന്നുമല്ല കേട്ടോ, ആ ജോലിയിലേക്ക് വന്നവരെ അങ്ങനെ ആക്കിയത്. എത്ര ഭംഗിയായിട്ട് ഒരു തുള്ളി വെള്ളം അകത്തേക്ക് വരില്ല. ഇന്ന് നമ്മൾ വാർത്ത് ക്ലീനാക്കി 3ാമത്തെ കൊല്ലം നമ്മൾ ഡോക്ടർ ഫിക്സിറ്റ് വാങ്ങിയിട്ടെങ്കിലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ വേറെ പന്തലിടണം അല്ലേ. വീടിൻ്റെ മുകളിലൊക്കെ പന്തലിടാൻ തുടങ്ങിയില്ലേ, പിന്നെ പന്തൽ പോലെ നമുക്ക് പാർക്കേണ്ടിയിരുന്നു. അതാണ് അവസ്ഥ. പക്ഷെ പഴയ നമ്മുടെ വീടുകൾ നോക്കുക, തറവാടുകൾ പണ്ടത്തെ കാലത്ത് ഇപ്പോഴുണ്ട്. നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ട്, സമുദ്രിമാര കാലത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഗുരുവായൂരപ്പൻ കോളേജും അങ്ങോളം ഉണ്ട് പഠിച്ചു നോക്കിയാൽ. അപ്പൊ അത് ശരിക്ക് അറിവ് നേടുകയാണ്. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, കളിപ്പിച്ചുകൊണ്ട്, ചിരിപ്പിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചപ്പോൾ അവര് ആ ആശാരിപ്പണി പഠിച്ചു എന്ന് നമ്മൾ പറയുന്നില്ലേ, മരപ്പണി പഠിച്ചു എന്ന് പറയുന്നവൻ 10, 12, 15 വയസ്സാകുമ്പോഴത്തേക്ക് കൃത്യമായിട്ടൊരു വീടുണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അതാണ് വിദ്യ. അവനൊരു വാതിൽ വെച്ചാൽ ആ വാതിൽ എത്ര കാലം പണ്ട് തിരുകുറ്റി വാതിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ അടിച്ചു പോയാലൊക്കെ അറിയും. മനസ്സിലായില്ലേ? ചുമനാമ്പുലിസൊക്കെ ഉള്ള ആൾക്കാർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അറിയും വീടിൻ്റെ വാതിൽ തുറന്നാൽ. ഇന്ന് അറിയില്ല. ആ വാതിൽ അങ്ങനെ തന്നെ നിൽക്കും. ഇന്ന് ചിലപ്പം വാതിലൊക്കെ വെച്ച് റെഡി എന്നൊക്കെ പറഞ്ഞ് ഉച്ചയൊക്കെ നോക്കി നിങ്ങൾ നോക്കിയോളിയും പറഞ്ഞ് വെച്ചോ തിരിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ പൊളി മറിഞ്ഞാൽ മേല് വീഴും. നേരെ പറയാം, അയ്യോ വിചാരിയൊക്കെ മറിഞ്ഞിരുന്നു. കാരണം ഇവൻ 2 കൊല്ലം കൊണ്ട് പോളിടെക്നിക്കിന് പഠിച്ചാൽ അതിലൊക്കെ ആവശ്യം. വൈദ്യന്മാരെ, പഴയ വൈദ്യന്മാര് പാമ്പ് കടിച്ചാൽ കൊണ്ടുവരുന്ന വിഷാരികൾ അല്ലേ, ആ വിഷാരികൾ പഠിച്ചിരുന്ന വിഷചികിത്സാ നൂൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. ആ വിഷചികിത്സാ നൂലില് 64 വിധത്തിലുള്ള വിഷദംശനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള പാമ്പാണ് കടിച്ചതെന്ന് ആ പാമ്പ് കടിയേറ്റവനെ കണ്ട മനസ്സിലാക്കും. ഇന്നോ 5, 6 കൊല്ലം നമ്മൾ അത്തരത്തിലുള്ളത് പഠിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ ആളുകളെടുത്ത് വിജയം വളരെ കുറവാണ്. എല്ലാവരെയും കുറ്റപ്പെടുന്നൊന്നുമില്ല. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് പഠിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, അതിനു വേണ്ടി എന്തും ചെയ്യും. ചെറിയ ചെറിയ ചെടികൾ എങ്ങനെ എന്തിന് പറ്റുന്നു എന്ന് മനസ്സിലാക്കിയിരുന്ന ആയുർവേദത്തിലെ വൃക്ഷായുർവേദത്തിന്റെ ഭാഗങ്ങൾ എത്ര കൃത്യമായിട്ട് നമ്മുടെ വീടിന്റെ മുൻപിൽ തുളസി തറ വേണം എന്ന് പഠിപ്പിച്ച സംസ്കാരത്തിലുണ്ടായി. ഒസിമം സാന്റോ എന്ന് പറയുന്ന ആ ചെടിയുടെ ഗുണത്തിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ബാസിൽ എന്ന് പറയുന്ന ഒരു വർഗത്തിൽ, ബാസിൽ കംഫർ എന്ന് പറയുന്ന ഔഷധമുള്ള തുളസി, ശാസ്ത്രീയ നാമം ഇന്നങ്ങനെയാണ്. ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത്, UN പറയുന്നത്, WHO പറയുന്നത് 108 ഔഷധ ഗുണമുള്ള ചെടിയാണ് തുളസി. ആ തുളസി നമ്മുടെയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം എന്നാണ്. മഞ്ഞളിനെ കുറിച്ച് പറയുന്നു, ആലിനെ കുറിച്ച് പറയുന്നു, നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇത്തരം ചെടികൾ വെക്കണം, ക്ഷേത്രങ്ങളിൽ ഇത്തരം വൃക്ഷങ്ങളും ചെടികളും ഉണ്ടാവണം? ഇതൊക്കെ അറിവിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ നന്മകളെ വളർത്തിയിട്ട് സ്വയം നമുക്ക് കർമ്മം ചെയ്യാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ ഭാരതം ഭാസിൽ രചിക്കുന്നത് അല്ലെങ്കിൽ രമിക്കുന്നത് എന്ന് പറയാവുന്ന പദം, ഭാസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, സൂര്യൻ, അറിവ് എന്നൊക്കെ പറയാം. അപ്പൊ അറിവിൽ അഭിരമിക്കുന്ന നാട് എന്നാണ് ഭാരതം എന്ന പദത്തിന്റെ അർത്ഥം. ആ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ അറിവിൽ അഭിരമിക്കും തനിയെ. അത്തരത്തിലുള്ള ആളുകളെ ലോകത്തിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. ശങ്കരനെയൊന്നും കീഴ്പ്പെടുത്താൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം അതായിരുന്നു. ഇന്ന് ഭാരതീയർ എവിടെ പോയാലും തോറ്റു. ക്രിക്കറ്റ് കളിക്കാൻ പോയാലും തോറ്റു, ഫുട്ബോൾ കളിക്കാൻ പോയാലും തോറ്റു, എന്തിനു പോയാലും തോറ്റു. കാരണം എന്താണ്? പഠിക്കുന്നത് മുഴുവൻ സന്തോഷത്തോടു കൂടിയല്ല, സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്, അവാർഡിന് വേണ്ടി എഴുതുന്നു. രാമായണം മ്ലേച്ഛമാണ്, മഹാഭാരതം മ്ലേച്ഛമാണ്, വേദങ്ങളും മ്ലേച്ഛമാണ്, ഉപനിഷത്തുകളും മ്ലേച്ഛമാണെന്ന് പറഞ്ഞ കേരളത്തിലെ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. വളരെ രഹസ്യമായിട്ട് എന്നോട് ചോദിച്ചാൽ 10 ആളുടെയെങ്കിലും പേര് ഞാൻ പറഞ്ഞുതരാം. 10 ആളുകളും നല്ല എഴുത്തുകാരായി മാറിയത്
ഇത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഉൾക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതിയപ്പോഴാണ്. അത് നിങ്ങൾ ഏത് വേണേ നോക്കുക. ആശാന്റെ സീതാകാവ്യം പഠിച്ചാലും തത്വമസി പഠിച്ചാലും രണ്ടാം ഗുണം പഠിച്ചാലും ഏത് പുസ്തകങ്ങൾ വായിച്ചാലും ഈ രാമായണം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു ഒറ്റ എഴുത്തുകാരനുണ്ടാവില്ല. രാമായണം ഇല്ലെങ്കിൽ കേരളത്തിൽ എഴുത്തുകാരൻ നമ്മൾ വായിച്ച് കേട്ടില്ലേ മക്കളെ? രാമായണം കണ്ടിട്ടുണ്ടോ? മക്കൾ അറിഞ്ഞില്ലല്ലേ? രാമായണത്തിലെ സുന്ദരകണ്ഠം ശരിക്ക് വായിച്ച് പഠിച്ചിട്ടുള്ള കുട്ടികൾ അധ്യാപകരുണ്ടെങ്കിൽ എന്തും വളരെ മനോഹരമായിട്ട് സംസാരിക്കാനും വായിക്കാനും പാടാനും പറ്റും. സംശയമുണ്ടോ? ഇന്ന് ഞാനൊരു സ്ഥലത്ത് വാർത്ത കേട്ടു. രാവിലെ റേഡിയോയിലെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട് അല്ലേ പഴയ കാലത്ത് വാർത്ത വായിക്കുന്നില്ല. പ്രാദേശിക വാർത്തകൾ എത്ര സ്ഫുടമായിട്ട് കാര്യം പറയുന്നു. പക്ഷെ ആധുനിക കാലത്ത് വാർത്താവായന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടി വിയിലൊക്കെ എന്നെ പറയാ അക്ഷര സ്ഫുടമായിട്ട് നമുക്ക് മനസ്സിലാവുമോ? ഇപ്പൊ കർഷകർ എവിടെ പോയി വന്നു, കൃഷ്ണൻകുട്ടി എന്താണ് പറയുന്നത് ചോദിച്ചു. ഇപ്പം വിട്ടു കൃഷ്ണൻകുട്ടീൻ്റെ അടുത്ത് കൃഷ്ണൻകുട്ടി കൊമ്പും വെള്ളമൊക്കെ പിടിച്ച് ഇങ്ങനെ ഞാൻ ഇപ്പോൾ തെരുവിൽ അല്ല മറ്റേ അതായത് ഞാൻ നിൽക്കുന്നത് ഡൽഹിയിൽ. ശരി തിരിച്ചു വരാം. വാർത്ത മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒന്ന് തിരിച്ചു പോവുകയും ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. ചർച്ച പോലും പൂർണ്ണാക്കാണ്ട് പറയാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ എന്ന് പറയും. ചർച്ചയിലിരിക്കുന്നു. ഒന്നുകൂടി ഇല്ല, സമയമായതുകൊണ്ട് നമുക്ക് പിന്നെയാവാം വിളിച്ചോനാ ഇരിച്ചു വിട്ടാൽ മതി. വാർത്തയും ചർച്ചയും ഇത്രയുള്ളൂ. അക്ഷരത്തെറ്റുകളുടെ വാർത്ത യൂട്യൂബിൽ പോയാൽ കിട്ടും, ഗൂഗിളിൽ പോയാൽ നിന്ന് കിട്ടും. വാർത്ത വായിച്ചിട്ട് അക്ഷരം തെറ്റിപ്പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. കാരണം എന്താണെന്നറിയോ? സത്യം പറയാ. രാമായണം വായിച്ചാൽ മതി മക്കളെ. വാർത്ത വായിക്കാൻ പോകുന്ന സുന്ദരകാണ്ഡം വായിച്ച് പഠിക്കുക ഒരു കടമാസത്തില്, പിന്നെ അക്ഷരം തെറ്റില്ല. ശരിയാണ്. ടീച്ചർമാരോടെ എഴുത്തച്ഛൻ സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ എഴുത്തച്ഛൻ വിചാരിച്ചു കുട്ടികൾ പഠിക്കണം. ആ രാമായണത്തിനെ തള്ളിപ്പറഞ്ഞ ആളുകള് രാമനേക്കാൾ നല്ലത് രാവണനാണ്, രാവണന്റെ സ്ഥാനത്ത് രാമനും രാമന്റെ സ്ഥാനത്ത് രാവണനുമായിരുന്നുവെങ്കിൽ സീതയുടെ കഥ എന്താവുമായിരുന്നു എന്ന് ചോദിച്ച കേരളത്തിലെ ഒരാൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തത്. ഒരു കാലത്ത് എഴുതിയച്ഛൻ ആളെ കാര്യം പറയില്ല, ആർക്കാ കിട്ടിയത്? അയാൾ രാമായണത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചിരുന്നത്. രാമായണം ഇല്ലാതെ അയാൾക്ക് പറയാൻ പറ്റിയില്ല. മഹാഭാരതം ഇല്ലാതെ കഥകൾ എഴുതാൻ പറ്റിയില്ല. ബൈബിളില്ലാതെ കഥ എഴുതാമില്ലേ? അക്കദാമയിൽ പൂക്കൾ വിടരുമ്പോൾ ബൈബിളില്ലെങ്കിൽ കഥയുണ്ടോ? എന്തുകൊണ്ട്? ആ ബൈബിള് ദൈവികമാണെന്ന് പറഞ്ഞിട്ടില്ലേ പണ്ടേ തന്നെ? മുഖം മനസ്സിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ മത്തായി സുവിശേഷം. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു അല്ലേ? അത് വെളിച്ചമായിരുന്നു, ഇരുട്ടോ അതിനെ കീഴടക്കിയില്ല എന്നൊക്കെ പറയുന്നതാണ് ബൈബിള്. അപ്പം വചനം വെളിച്ചമാണ് എന്ന് പറഞ്ഞ ബൈബിൾ ഊന്നി നിൽക്കുന്നത് വേദത്തിലേക്കാണ്. ബൈബിളിനേക്കാൾ എത്രയോ യുഗങ്ങൾക്കപ്പുറത്തുള്ളതാണ് വേദം. വേദത്തിൽ പറയുന്നു എന്താണ്? അറിവെന്ന് പറയുന്നത് വെളിച്ചമാണ്, പ്രജ്ഞാനം ബ്രഹ്മ, അത് ഈശ്വരനാണ്. അപ്പൊ ഈശ്വരീയതയെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അറിവുണ്ടാവുന്നത്. ആ അറിവിലേക്ക് നയിക്കേണ്ടുന്നത് വീടുകളിൽ നിന്നാണ്. അമ്മമാരാണ്, അച്ഛന്മാരാണ്, അമ്മന്മാരാണ്. അവിടെ നിന്ന് വേണം. ഒരു 3.5 വയസ്സാകുമ്പോൾ നമ്മൾ LKG എത്തിക്കുമ്പോഴേക്ക് കുട്ടിക്ക് 3500 വാക്കുകൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, അതിൻ്റെ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ രൂപമൊക്കെ കിട്ടിയിരിക്കും. അല്ലാണ്ട് അധ്യാപകർ മാത്രം പഠിപ്പിക്കുന്നതല്ല, പുസ്തകങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. വരുന്ന തലമുറയെ ചിട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, വീടുകളിൽ നമ്മൾ നമ്മുടെ സംസ്കാരം കൊടുത്തിട്ടില്ല എങ്കിൽ, ഭാരതീയമായ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ കൊച്ചു കാലത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നു. സന്ധ്യാനാമത്തിനോട് കൂടി തന്നെ ആയിരുന്നു അശ്വതി, ഭരണി, കാർത്തിക, രോഹിണിമായും തിരുവാതിര, പുണർന്നും കുളിയുന്നില്ല ചെല്ലി പഠിച്ചിരുന്നില്ലേ? അന്ന് പഠിച്ചിരുന്നു. 2 2 7 4 4 4 4 8 7 10 ഒന്നും പഠിച്ചിരുന്നില്ലേ? ഇന്ന് നാമങ്ങളുണ്ടോ സന്ധ്യയ്ക്ക്? അതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? നാഴിക വിനാഴികളെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. പുത്തൂരിൻ്റെ വിസ്തൃത മനപ്പാടം തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. 20 ഈശ 10 ഈശ 5 ഈശ കൊടുത്ത കുട്ടിയാണ്. അത് മുഴുവൻ കാണാണ്ട് പഠിക്കും. തൂക്കങ്ങൾ, അളവുകൾ,
ഇന്ന് അളവുകളും തൂക്കങ്ങളും ഒന്നും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. എത്ര മാത്സ് പഠിച്ച ആളുകളുണ്ട്. MSc പഠിച്ചവനോട് ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യം എന്തെങ്കിലും ഒരു അളവോ തൂക്കോ ചോദിച്ചോ അറിഞ്ഞോ. അപ്പം പാഠത്തിൽ പഠിച്ചു, അത് പരീക്ഷയ്ക്ക് എഴുതി റാങ്ക് മേടിച്ചു, മറന്നു. എങ്ങനെ മറന്നുപോയി? അപ്പോൾ പഠനത്തിൻ്റെ രീതി പോലും വ്യത്യാസപ്പെട്ടു. അതുകൊണ്ട് നല്ല ഗുരുക്കന്മാരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാനുള്ള ശ്രമം നടക്കണം. നല്ല ശിഷ്യന്മാരായിട്ട് നമ്മുടെ വീടുകളിൽ കുട്ടികൾ വളരണം. ഈ ഒരു രീതി ഭാരതീയ ജീവിത രീതിയാണ്. ആ ജീവിത രീതി നമ്മൾ കൊണ്ടുവരണം. ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, ഊണിൽ, അല്ലേ, ഉറക്കിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും നാമം ജപിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും അങ്ങനെ സമഗ്രമായ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഇസ് എഡ്യൂക്കേഷൻ. സമഗ്രമായ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്ന് അംഗീകരിക്കുന്ന പാശ്ചാത്യർ അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഇന്നെത്തി നിൽക്കുമ്പോൾ വീണ്ടും വേദങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് വേദങ്ങൾ പഠിപ്പിക്കണം. ക്ഷേത്രങ്ങളിൽ ഉപനിഷത്തുകൾ പഠിപ്പിക്കണം. നല്ല രീതിയിൽ അതിൻ്റെ സാമാന്യമല്ല വിശേഷമായ അർത്ഥതലങ്ങളിലേക്ക് പഠിച്ചിട്ട്, ജ്ഞാനപ്പാനയൊക്കെ പഠിച്ചിട്ട് കുട്ടികൾ സാത്വികമായ ജീവിത രീതികളിലേക്ക് മാറണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ഓരോന്നും ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. കഴിഞ്ഞ ദിവസം ആരാന്ന് അയൽവീട്ടിലെ പൂച്ചേനെ റബ്ബർ ബുള്ളറ്റിട്ട് വെടിവെച്ചാൽ ആ പൂച്ചേനെ ചത്തുമില്ല. അല്ലേ? അപ്പോൾ ആ ഒരു അക്രമ വാസന നോക്കണം. ഇതൊരു രസം. ഒരു നായി ഇങ്ങനെ പോകുമ്പോൾ കല്ലെടുത്ത് അതിന് സന്തോഷം. നായി ഇങ്ങനെ അയ്യോ 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 എൻ്റെ കൈ പറഞ്ഞ് പോകുമ്പോൾ ഇതിനൊരു സന്തോഷം. ആ സന്തോഷം കിട്ടുന്നവന് എന്ത് വിദ്യാഭ്യാസമാണ് കിട്ടിയിട്ടുള്ളത്? വണ്ടിയിൽ പറക്കുക കുട്ടികൾ. കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമ്മളെ വണ്ടിയിൽ തൊട്ടവനും കൂടെ മറ്റേ ബസ്സിൻ്റെ മുന്നിൽ കൂടെ. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഞാനെന്തോ വലിയ സംഭവമാണ് കേട്ടോ എന്ന് ആരെയോ ധരിപ്പിക്കാൻ വേണ്ടി പോകുന്ന പോലെ. ആരും ധരിക്കുന്നില്ല, കയ്യും കാലം ഒടിഞ്ഞ് കിടക്കുകയുള്ളൂ. പടച്ചട്ട ധരിച്ചവൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഇവിടെ ഡിവൈഡറൊക്കെ വെച്ചാണ്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ എന്നാലും എന്നൊക്കെ പറയുന്നുണ്ട്. ഹെൽമെറ്റ് വെക്കുകയില്ല. പോലീസുകാർക്ക് വേണ്ടിയിട്ട് വെക്കുക. പോലീസുകാരനാണ് പോലീസുകാർക്ക് വേണ്ടിയിട്ട് വെക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. ബെൽറ്റ് ഇടുന്നത്, സീറ്റ് ബെൽറ്റ് ഇടുന്നത് RTO പിടിക്കും, ഫൈനടയ്ക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇടുക. നമ്മൾ വിദ്യാഭ്യാസം പോകുന്ന കോപ്പി. നിയമങ്ങൾ അനുസരിക്കുന്നത് കോടതികളും പോലീസുകാരും പട്ടാളക്കാരും ഉള്ളത് കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയല്ലേ ഇവരൊക്കെ പാടുപെടുന്നത്. പട്ടാളക്കാർ അഹോരാത്രം പാടുപെടുന്നുണ്ട്. നമ്മുടെ ബിപിൻ റാവത്തൊക്കെ മരിച്ചതിനെ കുറിച്ചൊക്കെ അവർ പാടുപെടുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ സംരക്ഷിക്കാൻ. പോലീസുകാർ ചില ആളുകളുണ്ടാവും മോശം, അതൊന്നും പോട്ടെ. 99% പോലീസുകാരും ഇവിടെയൊക്കെ നടക്കുന്നത് നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവര് നമ്മളെ കൈകാണിച്ച് നിർത്തിയാൽ അത് നിർത്താതെ പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നോ നമ്മളെ മക്കൾ? അവരെ ചീത്ത വിളിക്കുകയും അവരെ അടിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യും. തമിഴ്നാട്ടിലൊരു SIനും വെട്ടിക്കൊന്നു പറഞ്ഞു. അതിൽ 17 വയസ്സും 16 വയസ്സും ഒക്കെ ഉള്ള 3-4 ആൾക്കാരുണ്ട്, കുട്ടികൾ, കഴിഞ്ഞ മാസം. എന്താണ് ഇങ്ങനെ വരാനില്ല? നല്ല വിദ്യാഭ്യാസം ഇല്ല, പെരുമാറാൻ അറിഞ്ഞുകൂടാ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടാൽ, ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുതിർന്നയാളെ കണ്ടാൽ, ബസ്സിൽ കയറിയാൽ ഒരു പ്രായമായ ആളിങ്ങനെ നിൽക്കുകയാണ് തൂങ്ങി പിടിച്ച്. അപ്പം നമുക്ക് എണീറ്റ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ പുതിയ തലമുറയ്ക്ക്? ഞാൻ വയസ്സായതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പറയല്ല, ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ നടന്നാണല്ലോ പോവാം. 4-5 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ചളിയിലൊക്കെ കളിച്ചിട്ടൊക്കെ ആയിരിക്കും പോവുക. ചിലപ്പോൾ ഇങ്ങനെ മഴ പെയ്ത് വെള്ളമൊക്കെ ഇങ്ങനെ വല്ല കട്ടറിനകത്തൊക്കെ തങ്ങി കിടക്കുമ്പോൾ അതിനകത്ത് ചാടിയിട്ട് വെള്ളം പൊട്ടിക്കും. നമ്മളായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കുഞ്ഞിരാമന്നാർ നടന്നു വരും. കുഞ്ഞിരാമന്നാർ നമ്മളെ സ്വന്തക്കാരനല്ല, ബന്ധുവല്ല, ഒന്നുമല്ല, വീട്ടിൽ അടുത്തുള്ള ആളാണ്, അല്ലെ അച്ഛൻ്റെ കൂട്ടുകാരൻ. കുഞ്ഞിരാമന്നാർ വരുമ്പോൾ നമ്മൾ നല്ല ആളാണ്, സ്വന്തമാണ്. അല്ലേ, ഇതാ കളി കളിച്ചിട്ടാ പോകുന്നത്, സ്കൂളിൽ പോയി വന്നാൽ അങ്ങനെയാ എന്നാൽ ചോദിക്കും. നമുക്ക് പേടിയാണ്. ഇന്ന് അച്ഛൻ ചോദിക്കാൻ പേടി, അച്ഛന് പേടിയാണ് മക്കളോട് ചോദിക്കാൻ. എന്താ ചളി കളിക്കും? ഞാൻ ചളി കളിച്ച അനക്കെന്താ?
തീർന്ന് കേൾക്കണ്ടല്ലോ. അതിനെ കൊണ്ട് അച്ഛൻ ചോദിക്കാൻ, അച്ഛൻ നോക്കിക്കോ അടിയിലോ വെയിലാണ് കളിച്ചത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു. എൻ്റെ മോനതാ കളിക്കുന്ന ജമീലെന്നാണ് ഭാര്യനോട്. ഭാര്യ തിരിച്ചും പറയും ഇന്ത്യ മാത്രം നിങ്ങളതും കൂടിയാണ്. അത് അങ്ങനെയായി കഴിയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, അധ്യാപകരോ അച്ഛനോ അമ്മയോ. അപ്പോൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു വീണ്ടും നമ്മൾ നടത്തും. ഈ തിരിച്ചറിവിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാം. നമ്മുടെ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് 2 കുട്ടികളേ ഉള്ളൂ. അവരെങ്ങനെയെങ്കിലും നമുക്ക് വരും കാലങ്ങളിൽ അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത, അല്ലേ, നാടിനു വേണ്ടി ജീവിക്കുന്നവരായിട്ട്, നേരത്തെ പറഞ്ഞ സ്നേഹവും അത് തുടർന്ന് സേവന മനസ്ഥിതിയും ത്യാഗവും സമർപ്പണവും ഉള്ളവരാക്കി മാറ്റും. സ്നേഹം മാത്രം പോരാ, സേവന തൽപരരാവണം, ത്യാഗികളാവണം, സമർപ്പണം ചെയ്യുന്നവരാവണം. ക്ഷേത്ര സംസ്കാരം അതാണ്. സ്നേഹത്തിലൂടെ, ത്യാഗത്തിലൂടെ, സേവനത്തിലൂടെ, സമർപ്പണത്തിലൂടെ ഒരു തലമുറയെ വാർത്തെടുത്താൽ സമൂഹം, അവിടെയാണ് വെൽഫെയർ സൊസൈറ്റി ഉണ്ടാവുക. അതാണ് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനം.